കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമസ്കാരം, ഇത് കാമറിയ ഐസ്ക്രീം ലവ് ഹാസ് മെനി ഫ്ലേവേഴ്സ് ആൻഡ് ഈസ്റ്റ് ഈക്കോ പ്രസൻസ്. ഞാനും എന്റെ ആളും കോ പവർഡ് ബൈ പൂജ രാഗിനി, കോസ്മെറ്റിക് പാർട്ട്ണർ ഡാസ്ലർ എറ്റേണ, വേ ടു സ്റ്റാർഡം, സ്പെഷ്യൽ പാർട്ട്ണർ വീഗാലാൻഡ് ഹോംസ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും നമ്മുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട ജോണി ചേട്ടൻ ഇവിടെ റെഡിയാണ്. നിത്യ നല്ല സുന്ദരിയായിട്ട് വന്നിരിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം റെഡി അല്ലേ? നമ്മള് ഫാമിലി മെമ്പേഴ്സ് എന്ന് എപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു നമുക്കിപ്പോ ശരിക്കും ഒരു ഫാമിലി പോലുള്ള ഒരു ഫീലാണ്. പക്ഷെ ഇതിനകത്ത് വേറൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത അതാണ്. ഇവരുടെ ഫാമിലിയിൽ നമ്മൾ ചില ആൾക്കാരെ ചില എപ്പിസോഡിൽ സർപ്രൈസ് ആയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ശരിക്കും ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല. സോ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഫാമിലി മീറ്റിംഗ് ഫാമിലിയാണ് അല്ലെ? അപ്പോ ഇവരുടെ റിയൽ ഫാമിലി മെമ്പേഴ്സിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ്. നമ്മുടെ ഈ വേദിയിൽ തന്റെ കൊച്ചു കുടുംബത്തെ പരിചയപ്പെടുത്താൻ അടുത്തതായിട്ട് എത്തുകയാണ് സുഹൃത്തുക്കളെ, നമ്മുടെ സ്വന്തം സായി ചേട്ടൻ, രശ്മി ചേച്ചി. അപ്പോ എല്ലാരും സെറ്റല്ലേ? എല്ലാവരും സെറ്റാണ്. പറഞ്ഞ പോലെ ഞങ്ങളുടെ കുഞ്ഞു കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. കുടുംബം എത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. കുഞ്ഞു കുടുംബം എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആരൊക്കെ ഉണ്ട്? കാരണം ഇത് ഇപ്പൊ നമ്മുടെ ഞാൻ ഇത്ര നാളായിട്ട് ചാനലിൽ വരുന്നുണ്ട്, സിനിമയിലുണ്ട്, എല്ലാ ഇന്റർവ്യൂ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതുവരെ എന്റെ ഫാമിലി വന്നിട്ടില്ല. ഒരാളോ രണ്ടോളോ ഒക്കെ വന്നിട്ടുള്ളൂ. പക്ഷെ ഇന്ന് മാക്സിമം എല്ലാവരും എത്തിയിട്ടുണ്ട്. വളരെ ചുരുക്കം ആൾക്കാർ എത്താനുള്ളൂ. പറ്റുന്ന എല്ലാരും കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, എന്നാ പിന്നെ നമുക്ക് കൊച്ചു കുടുംബത്തെ പരിചയപ്പെടാം. വിളിക്കാല്ലേ ഇങ്ങോട്ടേക്ക്? വിളിക്കാം ചേച്ചി. ഈ കുടുംബ പേരെന്താ? പാപ്പാനി കുന്നേൽ ബ്രദേഴ്സ്. ഇപ്പൊ കുന്നേൽ ബ്രദേഴ്സ്. ഓക്കെ, എന്നാൽ നമുക്ക് ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ദി കുന്നേൽ ബ്രദേഴ്സ്. അല്ല അശ്വതി, എന്തോ നാട്ടുകാരെ വിളിക്കാനാണോ വീട്ടുകാരെ വിളിക്കാനാണോ പറഞ്ഞത്? ഇത് വീട്ടുകാരാ. ഇതാ ഇവരുടെ വീട്ടുകാർ തന്നെയാണ് അവിടുത്തെ നാട്ടുകാരും. അത് തന്നെ. ഒരു പഞ്ചായത്തിലെ ഇലക്ഷൻ മറിക്കാൻ മാത്രമുള്ള ആൾക്കാർ ഞങ്ങളുണ്ട്. അതെ, ഇത്രയും പേര്. ഇത് ശരിക്കും എന്താണ്, നമ്മൾ ഈ ടച്ച് വുഡ്, ദൃഷ്ടി കിട്ടാതിരിക്കട്ടെ എന്നൊക്കെ പറയുന്ന പോലത്തെ അല്ലെ, അത്രയും ആളുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണം നമുക്ക് ദൃഷ്ടി കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഒരു അല്ലെ ആരതിയൊക്കെ ഒഴിഞ്ഞ് ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ ഒരു ചടങ്ങ് ചെയ്തല്ലോ. ജോണി ചേട്ടാ, നിത്യ, ഇത്രയും വലിയൊരു കുടുംബം നമ്മുടെ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് വന്നോണ്ട് നമ്മൾ കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ചില ഇത്രയും ആളുകളൊക്കെ ഉള്ള ഒരു കുടുംബം എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അറിഞ്ഞിരുന്ന അവിടെ കയറിയിട്ടേ പോവുള്ളായിരുന്നു. അല്ല, എന്തിനാ ഈ നടക്കുന്ന അങ്ങോട്ട് പോന്നാ പോലെ ഇത്രയും വോട്ട് കിട്ടുമല്ലേ? അവിടുത്തെ MLA ഒക്കെ വന്ന വീട്ടിൽ വന്നിട്ട് പോകും ആണല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഹസ്തനപുരിയോ, ധൃതരാഷ്ട്രവും ഗാന്ധാരിയും 101 മക്കളും. ഇതുപോലെ ചെറിയ ഫംഗ്ഷൻ നടന്നാലും ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഇനിയും വരാനാളുണ്ട്. ഇതൊന്നും നമ്മുടെ എന്താ അകന്ന ബന്ധമൊന്നുമല്ല. എന്റെ വീട്ടിൽ തന്നെയുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ സ്വന്തം മരുമക്കളും അച്ഛനും ചേട്ടനും എല്ലാവരുമാണ്. എനിക്ക് വേണേ എല്ലാരെയും കൂടി ഇതുപോലെ ഒരു ഫ്രെയിമിൽ കിട്ടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പൊ നമ്മളൊരു കല്യാണത്തിനോ എന്തിനെങ്കിലും ആണെങ്കിൽ പോലും എല്ലാരെയും കൂടെ പിടിച്ചു നിർത്തി വരുമ്പോഴത്തേക്കും ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ മാക്സിമം കിട്ടാവുന്ന അത്രയും പേരെ കിട്ടിയ ഒരു ഫ്രെയിം ആയതുകൊണ്ട് നമുക്ക് ഇതൊരു മെമ്മറി ആക്കണം. ഒരു ഫോട്ടോഗ്രാഫർ വരാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു ഫാമിലി പടം. ഒരു ഫോട്ടോ ഞാൻ നിത്യോടെ നിൽക്കട്ടെ. അങ്ങനെ നമ്മളൊരു ഉഗ്രൻ ഫാമിലി ഫോട്ടോ എടുത്തിരിക്കുകയാണ്. എനിക്കൊരു ഇച്ചിരി സ്ഥലം തരുവാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും നിന്ന് വർത്താനം പറഞ്ഞോളാം. താങ്ക് യു. അപ്പൊ ഇനി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇത് ആരൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയടിക്ക് ഞങ്ങള് സഹോദരങ്ങളെല്ലാവരും പേര് ഞാൻ പറയാം. അജയൻ, സജീവൻ, സുനി, സുര, സിന്ധു, സാജു, അഭിലാഷ്, രതീഷ്, രാധിക. ഇത് ഞങ്ങളുടെ മക്കളുടെ പേരാണ്. ഇത് അജയൻ, എന്റെ മൂത്ത ചേട്ടൻ, ഞങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്തുള്ള ആളാണിത്. ചേട്ടന്റെ വൈഫ് ശാന്ത, ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ സ്ഥാനത്തുള്ള ആള്. പിന്നെ അതിന്റെ താഴത്തുള്ള ആള് ഞാൻ നടന്നു പറയാവേ. ഇത് അതിന്റെ താഴത്തുള്ള ചേട്ടനാണ് സജീവൻ. ഇത് അതിന്റെ താഴത്തുള്ളത്
ഇത് സുനിൽ കുമാർ, അതിന്റെ താഴത്തുള്ളത് സുരേഷ്. പുള്ളിയുടെ കല്യാണത്തിന് ക്യാമറ ഇത് അതിന്റെ താഴത്തുള്ളത് എന്റെ പെങ്ങള്, പിന്നെ ഞാൻ, പിന്നെ അതിന്റെ താഴത്തുള്ളത് എവിടെ ഇത് അനിയന്റെ വൈഫാണ്. അനിയൻ ഇന്നലെ രാത്രി ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന ലിഗമെന്റ് പ്രശ്നമായിട്ട് വരാൻ പറ്റിയില്ല. അപ്പൊ ഇത് വൈഫ് 2 കുട്ടികളുണ്ട്. ഒരാൾ ഇത് ഒരെണ്ണം ഇപ്പുറത്ത്. പിന്നെ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. ഞങ്ങളുടെ വീട്ടിലെ അവസാനത്തെ കുട്ടിയാണ്. ഇയാൾക്ക് 2 കുട്ടികളുണ്ട്. അതെല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ ആ ചേട്ടന്റെ വൈഫ്, ആ ചേട്ടന്റെ ഒരു മോൻ. ഇത് ഞങ്ങളുടെ വീട്ടിലെ 3ാമത്തെ ആൺകുട്ടി ജനിച്ചത്. അവന്റെ കുട്ടിയാണിത്. ഞാൻ അപ്പൂപ്പനാണ്. ഞാൻ ലക്ഷ്മി അപ്പൂപ്പനും അമ്മൂമ്മേന്. ഇതാണ് ഫാമിലി. ഇത് അയാളുടെ വൈഫ്, ഇത് ചേട്ടന്റെ മോള്, ഇത് ഈ ചേട്ടന്റെ വൈഫ്, ഇത് അനിയത്തിയുടെ ഭർത്താവ്. അപ്പൊ എല്ലാം അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി കുറച്ചുപേരോട് വരാനുണ്ട്. 15 പേരിഞ്ഞ് വരാനുണ്ട്. നമുക്ക് അടുത്ത സെക്കൻഡ് ഏതാ? അയ്യോ, ഇത് രശ്മിയുടെ ഫാദർ, രശ്മിയുടെ അച്ഛനാണ്. രശ്മിയുടെ ചേട്ടന്റെ മോനും വന്നിട്ടുണ്ട്. ഇക്രു അവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് ടോട്ടലി ഞങ്ങളുടെ ഫാമിലി. ഒരു സ്മോൾ ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അല്ല, നിങ്ങൾ എല്ലാവരും കൂടെ കൂടുമ്പോ എന്തൊക്കെ ആക്ടിവിറ്റീസ്? ഇപ്പൊ കല്യാണവും അതുപോലെ ഓണം, വിഷു ഒക്കെ വരുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമല്ലോ. അപ്പൊ എന്തൊക്കെയാ കലാപരിപാടികൾ? ഞങ്ങളവിടെ കൂടി കളിയാണെങ്കിലും ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എല്ലാവരും കൂടി അത് കഴിഞ്ഞിട്ട് രാത്രി വെളുക്കും വരെ ഉണ്ടാവും പരിപാടികൾ. അവിടെ ഡാൻസ്, പാട്ട്, ദംസറാട് എല്ലാം ഉണ്ടാവും. അത് അടിപൊളി പരിപാടിയല്ലേ? നമുക്ക് ഇവിടെ പോയി കളിച്ചാലോ? തീർച്ചയായിട്ടും. ശരിക്കും നമുക്ക് ഡാൻസ് കളിക്കാം. നിങ്ങൾ എല്ലാവരും കൂടുവോ? കൂടും. പിള്ളേർ റെഡി ആട്ടോ? അവർ പക്കയാ. അപ്പൊ ഞങ്ങൾ റെഡിയാണ്. എന്നാ നമുക്ക് 2 ടീമായിട്ട് തിരിഞ്ഞാലോ? ആയിക്കോട്ടെ. രശ്മി ചേച്ചി ഒരു ടീമിനെ പിടിച്ചോ. ഗേൾസ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരിക്കും ചേട്ടാ, ആണുങ്ങളുടെ ക്യാപ്റ്റൻ. ഓക്കെ, നമുക്ക് 2 സൈഡിലേക്ക് നിൽക്കാം. അപ്പൊ നമ്മൾ ഇവരുടെ വീട്ടിലെ ഇവര് ചെയ്യാറുള്ളത് പോലെ ചെറിയൊരു ദംഷാട്സ് കളിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് സിനിമ പേരുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം. രശ്മി ചേച്ചി, ഈ ടീമിന് ആരെ ആദ്യം വിളിക്കുന്നത്? അഭിനയിച്ച് കാണിക്കാൻ ഒരാളെ വിളിക്കോ ആ കൂട്ടത്തിൽ നിന്ന്? ഏറ്റവും ഇളയത് തുടങ്ങാം. ഓക്കെ. ആരുടെ പേര്? രാധിക. ഓക്കെ. അപ്പോ രാധിക ചേച്ചി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ രശ്മി ചേച്ചിയുടെ കയ്യിൽ ഒരു കാർഡ് കൊടുക്കാം. രശ്മി ചേച്ചി അത് നോക്കാൻ പാടില്ല. അല്ല, രശ്മി ചേച്ചി നോക്കാൻ പാടില്ല. പുള്ളിക്കാരി അഭിനയിച്ച് കാണിക്കും. രാധിക ചേച്ചി അഭിനയിച്ച് കാണിക്കും. രശ്മി ചേച്ചി ഏതാന്ന് ഗസ് ചെയ്യണം. ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഓക്കെ, ഞാൻ കൊടുക്കാണേ. രശ്മി ചേച്ചി നോക്കാൻ പാടില്ല. അവരെ കാണിച്ചു കൊടുക്കും. നല്ല പുള്ളിക്കാരി. രശ്മി ചേച്ചി മാത്രം ഇത് നോക്കാൻ പാടില്ല. ഞങ്ങളെയും കൂടെ കാണിച്ചു തരണം. ഇവിടെ ഞങ്ങളെയും കൂടെ കാണിച്ചു തരും. ഓക്കെ. എല്ലാരും കണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ എനിക്കുള്ളതാണ്. കണ്ടില്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. ഞങ്ങൾക്കാണോ? പിന്നല്ല, ഇത്രയും കഷ്ടപ്പെട്ട് ഇവരെ വിളിച്ചിട്ട് വന്നിട്ട് ഇവർക്കല്ലേ? അവർക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. സംസാരിക്കാൻ പാടില്ല, ആക്ഷൻ മാത്രം. എനിക്ക് തോന്നുന്നു രശ്മി ചേച്ചി വേണമെങ്കിൽ ഇതിങ്ങനെ കയ്യിൽ പിടിക്കാം കേട്ടോ. നോക്കരുത്, ഇത് കയ്യിൽ പിടിച്ചോ. എന്നിട്ട് ഗസ് ചെയ്താൽ മതി. അഭിനയിച്ചോ, തുടങ്ങിക്കോ. 1 മിനിറ്റ് ആണ് സമയം. സിനിമ പേരാണ്? സിനിമ പേരാ? ആണല്ലേ? വലിയതാ? മോഹൻലാലാണ്. സോറി, ആരുടെയാ? അറിയില്ല. ബാഹുബലിയാ? ഇത് ഭയങ്കര എളുപ്പമായി പോയി. ഓക്കെ, അടുത്തതിന് സാധിച്ചേട്ടുള്ള ഇതാണ് കേട്ടോ. അവിടുന്ന് ആരെയും വിളിക്കാൻ പോകുന്നേ? ചേട്ടൻ ആകുമ്പത്തേക്ക് ഡ്രാമയൊക്കെ അഭിനയിച്ചേക്കണോ? ആണോ? എനിക്ക് ഉറപ്പാ. ഓക്കെ, അപ്പൊ നോക്കാൻ പാടില്ല. ചേട്ടനെ കാണിച്ചു കൊടുക്കാം. ഞങ്ങളെ കാണിച്ചാ? ഓക്കെ. ഞങ്ങളെല്ലാം കാണിച്ചാ? ഓക്കെ. അത് കൈ പിടിച്ചോ. ഓക്കെ, പിടിച്ചോ. ഈ ചേട്ടൻ കണ്ടോ? ചുണ്ടനക്കാൻ പാടില്ല. ചേട്ടാ കുഞ്ഞായിരുന്നപ്പോഴാ? പരുന്ത്, കാക്ക, പറന്നു, കിളി. ചേട്ടാടെ കൊച്ചാ? അങ്ങനെ സിനിമ പേരുണ്ടോ? കുഞ്ഞിപ്പരുന്ന്. ഇത് വളരെ സിമ്പിളാ. ചേട്ടായാണോ? ചേട്ടായല്ലേ അത്? മുടിയുള്ള കുട്ടി. വനയക്ഷി. പെൺകുട്ടി.
പറന്നുപോയി പെൺകുട്ടി, കിളി പോയ കുട്ടി. ഞാൻ വിളിച്ചിട്ട് വന്നതിന് എന്നെ ചതിക്കണ പറ. ചേട്ടായി, ചേട്ടായി. ആ. ചേട്ടൻ ചേച്ചി. മുടി വെച്ച് എങ്ങനെ ഉണ്ടാവും? അമ്മു, കൊച്ച്, ആവിട്ട് പറഞ്ഞോ. Time up. ആ, അനിയത്തെ അങ്ങോട്ട് വിളിച്ചാ പോരെ? അയ്യോ ഇത്ര ഉണ്ടായിരുന്നല്ല. ആ, ഇത്രയാണെങ്കിൽ പറയാൻ പാടില്ലായിരുന്നോ? ചേട്ടൻ അനിയത്തെ വിളിച്ചിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. കാണിച്ചാ പോരായിരുന്നാ? ഇനി എന്താണ് അതിന്റെ? അല്ല, ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് എടുക്കും. ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ മീശ എടുക്കാം, കൺമഷി എടുക്കാം, മീശയും താടിയും ലിപ്സ്റ്റിക് ഉണ്ട്. എടുക്കാം. ആ, എന്നാ ഒരിച്ചിരി ലിപ്സ്റ്റിക് കിട്ടോ. രശ്മി ചേച്ചി ഒരിച്ചിരി ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തേ. ചേട്ടായിക്കാ ചേച്ചിനെ വിളിക്കാം. ചേച്ചി വാ ചേച്ചി. സിന്ധു ചേച്ചി. ഓക്കെ, സിന്ധു ചേച്ചി അഭിനയിക്കാൻ പോകുന്നത് ഇതാണ് സുഹൃത്തുക്കളെ. കാണിച്ചോക്കാം. ആ, സെറ്റ് സെറ്റ്. ഇവിടെ എല്ലാരും കാണിച്ചു കൊടുത്തോ. ആ ഇവിടെ വന്നു. അപ്പൊ എനിക്ക് മീശ കിട്ടാൻ സാധ്യതയുണ്ട്. ആ, ചേച്ചി അവിടെ നിന്ന് അഭിനയിച്ച് Ready, കാണിക്കും. ready. Okay, താത്തി പിടിച്ചു. ചേച്ചി ചുണ്ടനക്കാൻ പാടില്ല. സിനിമ മോഹൻലാൽ. ഓ, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ചേച്ചിയുടെ അഭിനയം കറക്റ്റ് ആണെങ്കിൽ മോഹൻലാല് മിഠായിയോ? മിഠായി തിന്നാ പോരട്ടെ. വേറെ എന്തെങ്കിലും കൂടി പറയും ചേച്ചി. മീശ വരൂ കേട്ടോ. ഇപ്പൊ മീശ വെച്ചേരും ഞങ്ങള്. മോഹൻലാല്. ആ, മോഹൻലാല്. സഞ്ജു. ആ ആ, മോഹൻലാല് മുടി വെച്ച സിനിമ ഏതാ? മോഹൻലാൽ മുടി വെച്ച അവിടെ നിൽക്കട്ടെ. ചേച്ചിക്ക് മീശ മതിയെന്നാ. അല്ല എന്തുട്ട് ചേച്ചി ഇതില് തേനുണ്ടായിരുന്നു, മാവുണ്ടായിരുന്നു. ചേച്ചി തേനൊക്കെ കാണിച്ച് ആ തേൻ അന്നേരം മുട്ടായി തിന്നോണോ ചോദിച്ചേ. ഞാൻ എന്തായാലും ഇത് സെലക്ട് ചെയ്തിട്ടാ. എനിക്ക് എന്തായാലും ലിപ്സ്റ്റിക് ഇട്ടതല്ലേ, എന്നെ പെണ്ണാക്കിയതല്ലേ. ബാ ബാ. ഇതില്ലേ അച്ഛനെ പോലെ കാണുന്ന അതാണ് ചേട്ടനാണെന്ന് അച്ഛനെ പറഞ്ഞു. പറയുന്നില്ല. ഇപ്പോഴും ഞങ്ങളുടെ എല്ലാവരും കാര്യം നോക്കണ ചേട്ടായിയാണ്. ചേട്ടായി പറഞ്ഞാണ്. ആണോ? ആ, എളുപ്പമാണ്, പറയൂന്നറിയത്തില്ല. ഓക്കെ. ഫുട്ബോള് പട്ടോ? രണ്ടു പട്ടോ? പട്ടം ആദ്യത്തെ വാക്കാണ്. രണ്ടാമത്തെ ആ ഫസ്റ്റ് തൊങ്കണ. ആ, ആദ്യത്തെ അക്ഷരം തന്നെ എന്തെങ്കിലും പറഞ്ഞേ. ആദ്യത്തെ അക്ഷരം തന്നെ പ്രാവ്. കാക്ക. കാക്ക. കാ. 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 കാ ആദ്യത്തെ അക്ഷരം. അടുത്തത് ആ. കാ തട്ടിയ. കാൽ. രണ്ടാമത്തെ വേർഡ് ലാലട്ടന പടം. പറഞ്ഞതല്ലേ? ലാലട്ടന പടം. ആ. പട്ടം. ആ. ടാ. അത് രണ്ടാമത്തെ. ആ. കാപട്യം. ഓ, കാ. കാവട്ടി എന്ന് പറഞ്ഞ സിനിമ. എടാ, എടാ, എടാ. കാ. അടിക്കട്ടെ. സുരേഷ് ഗോപിയ. സുരേഷ് ഗോപിയ. കളിപ്പാട്ടം. കളിപ്പാട്ടം. ആദ്യത്തെ അക്ഷരം ശരിയല്ല. കാ. കാക്കട. കാ. ആ. പിന്നെ രണ്ടാമത്തത് പട്ടം. അത് കാണിച്ചു തന്നു. പിന്നെ ഇനി അടക്കമുള്ള ഒരു അക്ഷരം ഉണ്ട്. കളി എന്തെങ്കിലും ഒരു കളി ഈ കാണിച്ചു. പറയാനാണ് എന്താന്ന് ഇത്ര വെച്ചാ- ബുദ്ധിമുട്ട്. എന്താന്ന് വെച്ചാ ലാസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റാത്ത തൊങ്ങി കളിച്ചു ഇങ്ങനെ. അതൊരു കളിയല്ലേ? കളി. ആ. പൊട്ടുകുത്തിയാലോ നമുക്ക്? പണിഷ്മെന്റ് പണിഷ്മെന്റ് എന്താ വേണ്ടേ? പൊട്ടുകുത്തിയാലോ? ആ, പൊട്ടുകൂത്ത. ചേട്ടായിക്കൊരു പൊട്ട്. ഓക്കെ, അടുത്തത് രശ്മി ചേച്ചി അവിടെ നിന്ന് ആരെയാ വിളിക്കുന്നേ? ലാസ്റ്റ് ചാൻസ് ആണ് കേട്ടോ രണ്ട് ടീമിനും. ഈ പിള്ളേരെ വിളിച്ച മിനി ചേച്ചിനെ വിളിക്കാം നമുക്ക്. ആ, ചേച്ചി വാ. മിനി ചേച്ചി ചെസ് നമ്പർ 3 മൂന്നാമത്തെ ചേട്ടന്റെ ഭാര്യ.
ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. അത് ഈസി അല്ലേ? ആ ഇത് എപ്പാ പറഞ്ഞെന്ന് ചോദിച്ചാ മതി. റെഡി? ഓട്ടോ ഓടിപ്പോയതല്ല. ഓടിപ്പോയില്ല. മൂന്ന് അക്ഷരമുള്ളൂ. ഇതൊന്ന്, ഇത് രണ്ട്, ഇത് മൂന്ന്, അങ്ങനെയാ? ഒന്ന്. അതിലാദ്യത്തേത് ഓടി. ഓടി അല്ല, ഓടരുത്. ഓടരുത് അമ്മാവ. ആളറിയാം. പൊളിച്ച്. അങ്ങനെ അവര് വീണ്ടും സ്കോർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നടന്നാ മതിയാ? 3 എന്തായാലും തോറ്റ്. ഒട്ടും ലിപ്സ്റ്റിക് ഒക്കെ ഇനിയിപ്പോ മുടി കൂടെ വെച്ച് കഴിഞ്ഞാൽ പൂർത്തിയാവും. ഒരെണ്ണം തരട്ടെ. അങ്ങനെ ആവേശകരമായ മത്സരത്തിൽ സ്ത്രീകൾ മുന്നിട്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ആരെവിടുന്ന് ആക്ട് ചെയ്യണേ? അളിയമ്പ. ആ 3 വാക്ക്. ചുണ്ടനക്കാൻ പാടില്ലേ? കാര്യം അളിയനൊക്കെ, പക്ഷെ ചുണ്ടനക്കാൻ പാടില്ല. അപ്പുറത്ത്, അങ്ങ്, അവിടെ. 3 വാക്ക്. അപ്പുറം, അന്ന്, അക്കരെ. അക്കരെ. ഒന്നും കൂടെ കളിച്ചാലോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഫീമെയിൽ ടീമിനെ റെപ്രസെന്റ് ചെയ്ത് നമുക്ക് നിത്യ വിളിക്കാം. നിത്യയാണ് അഭിനയിച്ച് കാണിക്കുക. ഇത് ആരാ ഗസ് ചെയ്യാ? വേറെ ആരെ കൊണ്ടെങ്കിലും നമുക്ക് ഗസ് ചെയ്യിപ്പിക്കാം. പേരെന്താ? സഞ്ജു. ഓക്കെ സഞ്ജു. അപ്പൊ നിത്യ ഇത് അഭിനയിച്ച് കാണിക്കും. താത്തി പിടിച്ചോ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സഞ്ജുവിന് മിണ്ടാം. ടൈപ്പ് ചെയ്യണം, എഴുതുക, മൊബൈല് ടൈപ്പ് ചെയ്യണം, മെസ്സേജ്, മലയാളം, സന്ദേശം. അടിപൊളി. അങ്ങനെ ലേഡീസ് ടീം വീണ്ടും വിൻ ചെയ്തിരിക്കുകയാണ്. സഞ്ജു അടിപൊളി, നിത്യ അടിപൊളി. ജോണി ചേട്ടാ, ആരാ അവിടെ നിന്ന് ഗസ് ചെയ്യാൻ വരുന്നേ? ഇവിടെ നിന്ന് അങ്ങനെയാണെങ്കിൽ നമ്മള് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ വിളിച്ചു. അമ്പാടി വാ. താത്തി പിടിച്ചോ. നീ അതിലേക്ക് നോക്കാൻ പാടില്ല. നീ മൈക്ക് പിടിച്ചോ. മിണ്ടരുത്. ആക്ടിങ്. ഡാൻസ് കളിക്കാൻ. ആരുടെ പടമാണെന്ന് പറഞ്ഞു നോക്കിയാലോ? സുരേഷ് ഗോപി. മമ്മൂട്ടി. അത് പൊളിഞ്ഞു. റോഷാക്ക്. അതെങ്ങനെ പറഞ്ഞേ? അതെങ്ങനെ മനസ്സിലായി? അവൻ ഈയിടക്കുള്ള പടാലോചിച്ചാണ്. ഓക്കെ, അപ്പൊ ടൈ ആയി. എന്നെ കൊണ്ട് ചെയ്യാവുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വലിയ ഉപകാരം. അങ്ങനെ വാശിയേറിയ രസകരമായ മത്സരത്തിനൊടുവിൽ നമ്മുടെ സ്ത്രീകളുടെ ടീം വിജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 1 പോയിന്റിന് അവർ മുന്നിലാണ്. അപ്പൊ എല്ലാരും പരിചയപ്പെടുത്തിയതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവരെല്ലാരും കസിൻസും എല്ലാരും കൂടെ ഒരുമിച്ച് വന്നതിന്റെ പിന്നിൽ ഇത് മാത്രമാണോ ഉദ്ദേശ ലക്ഷ്യമുള്ളത്? എന്തോ ഒരു ഉദ്ദേശം വേറെ ഉണ്ടായിരുന്നല്ലോ, അല്ലേ സഞ്ജു? വന്നേ. എനിക്ക് ഒരു കാര്യം, നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ പിന്നെ ഒരാളെ വിളിക്കാൻ വിട്ടുപോയാൽ അത് ആരും കാര്യമായിട്ട് എടുക്കുക. അതുപോലെ ഞങ്ങളൊരു ഫംഗ്ഷൻ വിളിക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഇത്രയും പേര് വരൂ എന്നുള്ളത്. ഓക്കെ സഞ്ജു പറയൂ, നിങ്ങൾ ഇന്ന് വന്നതിന്റെ പിന്നിൽ ഈ സ്റ്റേജിൽ വരിക എന്നുള്ളത് മാത്രമാണോ ഉദ്ദേശം?
അല്ല. എന്തായിരുന്നു ഉദ്ദേശം? ഒരു വെഡിങ് ആനിവേഴ്സറി. ഒരു വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ സെലിബ്രേറ്റ് ചെയ്യാം. ആരുടെ വെഡിങ് ആനിവേഴ്സറി? എന്താ സംഭവം? കുഞ്ഞമ്മയുടെ വാപ്പായുടെ. കുഞ്ഞമ്മയുടെ വാപ്പായി. വാപ്പായി എന്നാണോ വിളിക്കണേ? കുഞ്ഞമ്മ ഇപ്പൊ ഇങ്ങനെ പറയാനല്ലോ അവരെ കെച്ചു വിളിക്കുന്നത്. അപ്പൊ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി? എല്ലാ പരിപാടിക്കും ഷാജിക്കും രശ്മിക്കും കേക്ക് തിന്നാനുള്ള യോഗം. എനിക്ക് തോന്നുന്നു 7ാമത്തെ കേക്ക് എങ്ങാണ്ടാണ് ഇന്നിവിടെ അല്ലേ? അല്ല സാറേ, ഞങ്ങളെ ഇത്രയും വർഷമായിട്ട് 21 വർഷമായി. ഇപ്പൊ 21 വർഷമായിട്ടും ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഇതുപോലെ ആഘോഷിച്ചിട്ടില്ല. ഞങ്ങൾ എവിടെയെങ്കിലും ഓർഫനേജിലായിരിക്കും കൊടുക്കും, ഭക്ഷണം കൊടുക്കണം, അവരുടെ കൂടെ ആയിരിക്കുള്ളൂ അന്നത്തെ ദിവസം. അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഫാമിലി ഒന്നിച്ച് ഞങ്ങളുടെ രണ്ടുപേരും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ട് തലേ ദിവസം അവരുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? ആ ആനിവേഴ്സറി ആണോ ഇപ്പൊ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അല്ല, അല്ലേ? അപ്പൊ അടിപൊളി. അപ്പൊ നമുക്ക് 2 വെഡിങ് ആനിവേഴ്സറി ഒരുമിച്ച് ആഘോഷിക്കാം. എന്താ പരിപാടി? ഇപ്പൊ എന്താ പരിപാടി സഞ്ജു? എന്താ പരിപാടി? ഞങ്ങളൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഓക്കെ, എവിടെ ഗിഫ്റ്റ് ഇറക്കൂ? അപ്പൊ ഇവര് വീട്ടുകാർ ചേർന്നിട്ട് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു കുഞ്ഞ് സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താ സഞ്ജു? തുറന്നു നോക്കാം നമുക്ക്. നിങ്ങൾ തുറന്നോ, നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഇല്ലേ? ചേട്ടാ വാ ചേട്ടാ. ഹായ് ഉണ്ണിയപ്പം. ശരിക്കും ഉണ്ണിയപ്പാ. അടിപൊളി. ഒന്ന് എനിക്ക് അത്രയും പേര് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവില്ല. അത്രയും പേര് കഴിച്ചു. അല്ല, ഇത് ആരുണ്ടാക്കിയതാ? കൊണ്ടുവന്നല്ലേ? വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഉണ്ണിയപ്പാണ് വെഡിങ് ആനിവേഴ്സറിക്ക്. അപ്പൊ കേക്ക് അല്ല കേട്ടോ. അപ്പൊ മധുരം പങ്കുവയ്ക്കൂ. ഷാജി ചേട്ടാ, ഞങ്ങള് നിങ്ങളുടെ വീട്ടുകാര് കൊണ്ടുവന്നു ഞങ്ങക്ക് ഉണ്ണിയപ്പം. പക്ഷെ ഞങ്ങളത് കഴിച്ചു ഭയങ്കര സന്തോഷത്തോടെ. പക്ഷെ നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ അങ്ങനെ ഒരു ഉണ്ണിയപ്പം കഴിച്ചിട്ട് നിങ്ങൾ അങ്ങനെ വെറുതെ വിടുന്നുള്ളത്. എന്റെയും ജോണി ചേട്ടനെയും വക നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. തരട്ടെ? ഒയ്യോ, നമ്മൾ ഇപ്പൊ ചൂടോടെ എടുത്ത ഫോട്ടോ ഇപ്പൊ തന്നെ ഫ്രെയിം ചെയ്തു. ഞാനും എന്റെ ആളിന്റെ വേദിയിൽ വെച്ചിട്ട്. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ ഒരു ഫാമിലി ഫോട്ടോ ഇല്ല. അടിപൊളി, സൂപ്പർ, അടിപൊളി. എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ഉണ്ണിയപ്പത്തിന് ചൂട് ഫോട്ടോ. അടിപൊളി ഫോട്ടോ. എന്തായാലും ഒരുപാട് ഗോൾഡൻ മൂമെന്റ്സിനാണ് അല്ലേ നമ്മൾ പതിവ് പോലെ സാക്ഷ്യം വഹിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന ഷാജിയേട്ടൻ ഫുള്ള് ഫാമിലിക്ക് നമ്മുടെ സ്നേഹം, ഈ ഉണ്ണിയപ്പത്തിന് സ്പെഷ്യൽ സ്നേഹം. അപ്പൊ ആനിവേഴ്സറി വിഷസ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ഈ സ്നേഹവും സന്തോഷവും ഒക്കെ എന്നും അങ്ങനെ ഉണ്ടായിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്തതായിട്ട് ഫാമിലിയെ, നമ്മുടെ ഈ ഫാമിലിക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വരുന്നത് ആരാ? നമ്മുടെ സ്വന്തം ദേവൻ ചേട്ടനോ യവന ചേച്ചി. വെൽക്കം ടു ദി സ്റ്റേജ്. എന്താണ് രാവിലെ ഇവിടെ എന്റെ ഒരു ഷൂ പോയേ, എന്റെ ഒരു ചെരുപ്പ് പോയേ ഏതാണ്ടൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ. ആകപ്പാടെ വാർഡ്രോബ് മാൽ ഫംഗ്ഷൻ. ഡ്രസ് മാറിപ്പോയ ലക്ഷണം ഉണ്ടല്ലോ. എന്റെ പൊന്നി ചോദിച്ചേട്ടാ, രാവിലെ ഞാൻ ഇട്ടിരുന്ന ഒരു എന്താ പറയാ, എനിക്ക് എന്റെ പേര് ഈ അർജുനെ രാവിലെ ഇത് വൃത്തിയുടെ ഊരി എന്നെ കൊണ്ട് ഊരിച്ചു. ഞാൻ ഊരി വെച്ചപ്പോഴേ അവനെടുത്ത ഇപ്പൊ അതൊന്നല്ല പ്രശ്നം. ഈ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് ഭയങ്കര കുഴപ്പമാണ്. രാവിലെ ഭാര്യ ഉണരുമ്പോ ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഭാര്യ ഫുൾ എനർജി. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മളിപ്പോ ഷൂട്ട് കഴിഞ്ഞ് വന്നതാണ്. അടുത്ത പ്രശ്നം എന്താ വെച്ചാലേ, ഇപ്പൊ അശ്വതി ഇല്ല ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. ഹലോ, എന്റെ പേരിൽ തന്നെയാണ് ചോദിച്ചേട്ടാ, പേടിക്കുന്നത്. അത് പോകൂല. ഇതെനിക്ക് ചിലപ്പോ
ചോദിക്കേണ്ടി വരും എന്റെ ദേവേട്ട പ്രശ്നം ഇതല്ല, ഇതൊന്നും അല്ല. അല്ല ദേവേട്ടാ, രാവിലെ അതല്ലല്ലോ എന്നോട് പറഞ്ഞത് അവിടുന്ന്. എന്നോട് പറയണ ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഹസ്ബൻഡ് വന്നിട്ടില്ലാത്ത എല്ലാ പെണ്ണുങ്ങളും ഞാൻ ഹഗ് ചെയ്യും. ഇതൊക്കെ രാവിലെ. അല്ലല്ല അതൊന്നുമല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം മുട്ടക്കറി ഉണ്ടാക്കുമെന്ന് കൂടെ ചോദിച്ചു. അതിലേക്ക് കാര്യങ്ങൾ വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ രാവിലെ അവൾ അപ്പം മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് ഏട്ടാ കഴിക്കാൻ വാന്ന് പറയും. അപ്പൊ ഞാനിങ്ങനെ ബെഡ്റൂമിലേക്ക് നോക്കിയിരിക്കുക. അശ്വതി പറയണമല്ലോ, അല്ല അടുത്തതായി ഇതാണ് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് അതല്ല ചോദിക്കാനുള്ളത്. നിങ്ങളെ പരിചയപ്പെട്ട സ്ഥിതിക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതുപോലെ വേറെ ആരെങ്കിലും ഉണ്ട് ഇനി ആ കുടുംബത്തിലുണ്ടെങ്കിൽ വിളിക്ക്. ഞങ്ങളുടെ പിന്നെ ഈ സാജുവിന്റെ പോലത്തെ കുടുംബം നമ്മുടെ ചെറിയൊരു കുടുംബമാണ്. ഒരു 10 മക്കള്, പിന്നെ ഒരു 54 കൊച്ചുമക്കള്, അത്രേ ഉള്ളൂ. അപ്പൊ അവരെല്ലാം വരാന്ന് പറഞ്ഞു. എല്ലാരും രാവിലെ വന്നായിരുന്നു. പക്ഷെ ഇവരെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞു എല്ലാവരും തിരിച്ചു പോകാൻ പറഞ്ഞിട്ട്. ശരിക്കും അതുകൊണ്ട് ഒരു 2-3 പേര് വരാൻ പറഞ്ഞിട്ടുണ്ട്. വന്നിട്ടും പോയിട്ട് പാരാ ഉള്ളു, ഒന്ന് വിളിക്കോ? ഇവിടെ ചേച്ചിമാരെ അനിയത്തിമാരെ ഒക്കെ വാ. இது அன்பு வாழும் கூடு ஆலமரத்தில் விழுது இது நாடி வேறு யாரு அடை காக்குற கோழிய போலவே இந்த கூட்ட കാപ്പത് யாருங்க. അപ്പൊ ദേവേട്ടാ ഇതൊക്കെ ആരൊക്കെയാ? ഞാൻ പറഞ്ഞില്ലേ 10 പേരേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടില്. 6 ആൺപിള്ളേരും 4 പെൺപിള്ളേരും. ഓക്കെ. അപ്പൊ ഇപ്പൊ അവൈലബിൾ PV ആണ്. അപ്പൊ അവരെ കൊണ്ടുവന്ന് നമ്മള് ഭംഗിയാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം ഇത് എന്റെ മൂത്ത ചേച്ചി, ചേച്ചിയുടെ ഭർത്താവ്, അത് ഏറ്റവും ഇളയ 10ാമത്തെ ആള് സിന്ധു, സിന്ധുവിന്റെ ഭർത്താവ് മോഹൻ, ചേച്ചിയുടെ മോള്, ഇത് ഈ ചേച്ചിയുടെ മോളാണ്, 2ാമത്തെ മോളാണ്. ഇത് ഈ മോളുടെ മോള്. അല്ലെ, കൊച്ചുമക്കൾക്ക് ഒരു റെപ്രസെന്റേഷൻ വേണോ? പിന്നെ തീർച്ചയായിട്ടും അതുകൊണ്ട് 3 ജനറേഷൻ വന്നിട്ടുണ്ട്. സിന്ധുവിന്റെ 2ാമത്തെ മോൾ. ഇത് അക്കച്ചിയുടെ, ഞങ്ങൾ അക്കച്ചിന്നാ വിളിക്കുന്നത്. അപ്പൊ നാട്ടുകാരും എല്ലാം അക്കച്ചിന്നാ വിളിക്കുന്നത്. അക്കച്ചിയുടെ മക്കളും അക്കച്ചിന്നാണ്. എല്ലാരും അക്കച്ചിയാ. 90 വയസ്സുള്ള അപ്പൂപ്പന്മാരും ആരും വിളിക്കുന്ന എന്നാ അക്കച്ചിയോട് ചോദിക്കട്ടെ, ഈ ദേവേട്ടൻ ഇതുപോലെ തന്നെയാണ് ഈ ഫ്ലോറിൽ വന്ന് കാണിക്കുന്നത് തന്നെയാണോ ശരിക്കും ദേവേട്ടൻ? ദേവേട്ടനെ കുറിച്ച് പറയാൻ പോയാ ഒരു 2 ദിവസം പറയാനും തീരുകയല്ല. അത് തന്നെ ഇവിടെ എല്ലാവരും. കാരണം ചെറുപ്പം പോലെ എന്റെ എളിയലായിരുന്നു. അന്ന് മുതലേ ഇവന്റെ സ്വഭാവങ്ങൾ നല്ല സ്വഭാവങ്ങളാണ്. കുസൃതി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. പഠിക്കുന്ന കാര്യത്തിൽ ജെയിംസ് ബോണ്ട് 007 എന്നൊക്കെ പറയുകയല്ലേ, എന്ന് പറഞ്ഞാൽ ഇവനും ഉണ്ട് ഒരു പേര്, 003 ദേവൻ. ദേവൻ അതൊക്കെ ഒരു രഹസ്യമാ. അവനെ കൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കി. സ്കൂളിൽ കൊണ്ടുവിടാൻ നമ്മളിപ്പോ രാവിലെ കുളിപ്പിച്ചൊരുക്കി സ്കൂളിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ട് വിട്ടിട്ട് നമ്മൾ തിരിച്ചു നേരെ വീട്ടിൽ വരുന്നതിന് മുമ്പ് അവൻ നമ്മുടെ കൂടെ പൂച്ചയൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് വരുന്ന തന്നെ. ഒരു ദിവസം സ്കൂളിൽ പോവുകയില്ല, സ്കൂളിൽ ഇരിക്കുകയില്ല. അങ്ങനെ മടുത്തു. അപ്പൊ മൂത്തണ്ണൻ ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പട്ടാളക്കാരനായിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊക്കെ അണ്ണനെ ഭയങ്കര പേടിയാ. അണ്ണൻ വരും പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഭയങ്കര സ്ട്രിക്റ്റാ. എല്ലാം പിന്നെ ഞങ്ങൾ അച്ചടക്കമുള്ളവരാണ്. അമ്മ പറയും വാസുദേവൻ ഇനി വരട്ടെ, എന്നിട്ട് വേണം ഇവനെ സ്കൂളിൽ വിടാൻ എന്ന് പറഞ്ഞോണ്ടിരുന്നു. അങ്ങനെ വാസുദേവൻ ലീവിന് വന്നു. അപ്പൊ ഇവന്റെ ഈ ഉഴപ്പൊന്നും പറഞ്ഞൊന്നുമില്ല. അണ്ണനോട് എന്നിട്ട് അമ്മ പറഞ്ഞു, എടാ ഇവനെ സ്കൂളിലേക്ക് മാറ്റിയത് എന്ന് പറഞ്ഞു. അണ്ണൻ ഇവനെ കൊണ്ട് സ്കൂളിൽ പോയി. സ്കൂളിൽ പോയച്ച് തിരിച്ചണ്ണൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് വീട്ടിൽ. അപ്പൊ അണ്ണൻ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങളെയൊക്കെ വെച്ചോണ്ടിരിക്കുന്നതല്ലേ. തിരിച്ചു വന്നപ്പം അണ്ണനൊരു ചെറിയ നാണക്കേട്. ഇവൻ തിരിച്ചു വന്നല്ലോ ഓർത്തുണ്ട്. ഓടിക്കൊണ്ട് ഇവനെ കൊണ്ട് അമ്മയുടെ മുന്നിലോട്ട് ദേ നിൽക്കുന്നു അമ്മയുടെ മോൻ, ഇവന്റെ പഠിത്ത കാര്യം എന്നോട് പറയരുത്. അങ്ങനെ അങ്ങ് ആ പഠിത്തവും സ്കൂളിൽ പോയില്ലേ? എന്തായിരുന്നു പണി? ശരിക്കും അമേരിക്കയിൽ തന്നെ അമേരിക്കയിൽ പോയിട്ടുണ്ടോ? അതുണ്ട്, അമേരിക്കയൊക്കെ പോയിട്ടുണ്ട്. ഇത് എന്നിട്ട് സ്കൂളിൽ പോവുകയല്ല. അപ്പൊ അമ്മയുടെ അവസാനത്തെ ശ്രമം പരാജയപ്പെട്ടു. അങ്ങനെ ആയപ്പം ഇനി എന്താ ഒരു പരിഹാരം ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പം അച്ഛന്റെ ഒക്കെ കൂട്ടുകാരെ സാർമാരൊക്കെ അവരോട് അമ്മ ചോദിച്ചു, സാറേ എന്താ ഇനിയും ചെയ്യുന്നത്? 2 വർഷം വീട്ടിൽ ഇരുത്തി പഠിപ്പിച്ചിട്ട് 2ാം ക്ലാസ്സിലാവുമ്പോ ഞാൻ അവസാനത്തെ പരീക്ഷ എഴുതിപ്പിച്ചിട്ട് സ്കൂളിലേക്ക് ആക്കാം എന്ന് പറഞ്ഞു. അമ്മ ശരി സമ്മതിച്ചു. അമ്മയ്ക്ക് എന്തായാലും ഇവനെ പഠിപ്പിക്കാതിരിക്കാൻ പറ്റുമല്ലോ. കാരണം എല്ലാരും ഇവനെ തടഞ്ഞു. ഇവൻ പോകുകയല്ലോ, അടിയും കിട്ടുന്നുണ്ട്, വഴക്കും കേൾക്കുന്നുണ്ട്. വല്ലാത്ത ചതീത്
അപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്. നല്ല അഭിപ്രായം. അത് എന്നെ നാട്ടിക്കാൻ വേണ്ടിയല്ല ഇങ്ങോട്ട് വിളിച്ചത്. അശ്വതി ചോദിച്ചപ്പോ പറയണ്ടേ? ചോദിച്ചപ്പോ പറയണം. അതുകൊണ്ട് പറയാം. സ്കൂളിൽ എപ്പോഴാ പോയെ? സ്കൂളിൽ പോയി തന്നെ 2 വർഷം അമ്മയുടെ കീഴെ വെച്ച് എഴുതുക, പഠിപ്പിക്കുക, വായിപ്പിക്കുക, ഇതെല്ലാം ചെയ്തിട്ട് 2ാം ക്ലാസ്സിലെ 1ാം ക്ലാസ്സിലെയും പഠിപ്പിച്ച് തീർത്തിട്ട് 2ാം ക്ലാസ്സിലെ പരീക്ഷ, അവസാന പരീക്ഷ സ്കൂളിൽ കൊണ്ടുവച്ച് എഴുതി. അപ്പൊ 1ാം ക്ലാസ് 2ാം ക്ലാസ് സ്കൂളിൽ പോയില്ല? ഇല്ല, അതല്ല ഈ 003 അങ്ങനെ 003 ആയത്. എനിക്കൊരു സംശയമുണ്ട്, സർട്ടിഫിക്കറ്റ് മേടിച്ച് നോക്കേണ്ടി. അങ്ങനെയാണ് 003 ആയത്. ഇനി നമ്മൾ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അക്കച്ചിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പല കഥകളും പുറത്തു വരും. ഒരുപാട് കഥകൾ പുറത്തു വരാനുണ്ട്. അതിനു മുമ്പ് എനിക്ക് ദേവേട്ടനോട് ചോദിക്കണം. ദേവേട്ടൻ പക്ഷെ ഇവരെ വിളിച്ചോണ്ട് വന്നതിന്റെ പിന്നിൽ ദേവേട്ടന് വേറെ ഉദ്ദേശമില്ലായിരുന്നോ? ഇന്നുവരെ ഇൻവൈറ്റ് ചെയ്ത പ്രത്യേക ഒരു കാരണമുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഇവരുടെ കല്യാണം കഴിഞ്ഞതാണ്. അപ്പോ ഈ 50 വർഷമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. അവരുടെ ആനിവേഴ്സറിയാണ് ഈ 50 വർഷമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുന്ന കപ്പിൾസ്. നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് അങ്ങനെ എപ്പോഴും നമ്മൾ കാണാറില്ല. നമ്മുടെ പേരൻസും അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് അങ്ങനെ കാണുന്നുള്ളൂ. അപ്പൊ ഇത് ഈ ഞാനും എന്റെ ആളും എന്ന് പറയുന്ന ഒരു വേദി, കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ്. അപ്പൊ എന്താണ് ഈ ലോങ് മാരേജിന്റെ സീക്രട്ട്? എന്താണ്? പരസ്പര വിശ്വാസവും പിന്നെ അഡ്ജസ്റ്റ്മെന്റ്. ആരാ അഡ്ജസ്റ്റ് ചെയ്തേ? ഞാൻ തന്നെ ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഉള്ള പറയല്ലോ, പുള്ളി ഒരു പാവത്താരാ. എന്ന് പറഞ്ഞാലും പുള്ളി ദേഷ്യം വരത്തില്ല. ഞങ്ങൾക്ക് അല്പം തോന്നിയിട്ടുണ്ട്. ഒരു വിട്ടക്ക് സ്വഭാവമുള്ള ഒരു ചേച്ചിയാ ചിലപ്പോഴൊക്കെ. എന്നാലും ശരി, ഒന്നും പറയത്തില്ല, ചിരിച്ചോണ്ടിരിക്കും. അതുകൊണ്ടൊക്കെ അങ്ങ് നടന്നു പോയത് കാര്യം. അപ്പൊ എന്താ ദേവേട്ടന്റെ പ്ലാൻ? എന്താ, എങ്ങനെയാ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ സെലിബ്രേറ്റ്? അല്ല, 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി അല്ലേ ഇപ്പോ. നമ്മുടെ വെളിയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇപ്പൊ ഡിവോഴ്സ് റേറ്റും അതുപോലെ ബന്ധങ്ങൾക്കൊന്നും ഇപ്പൊ ഒരു വലിയ പ്രതീക്ഷയില്ലാത്ത പല ബന്ധങ്ങളിലേക്ക് കടക്കുന്നത് തന്നെ. അപ്പൊ ഇവരെ പോലെ 50 വർഷമൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ കല്യാണം കഴിച്ച് ജീവിച്ച് അവരെ നമുക്കൊന്ന് ആദരിക്കാം. ഈ 50ാമത്തെ വർഷം നമുക്കൊന്ന് ആദരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ എക്സ്റ്റൻഡഡ് ഫാമിലിയോട് എല്ലാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ആഘോഷം നമുക്ക് നടത്താം. അല്ല, പിന്നെന്താ, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നമുക്ക് ഇവരെ ഒന്നുകൂടെ കെട്ടിച്ചാലോ? അതൊരു പൊളി ഐഡിയ. അതെങ്ങനെയുണ്ട്? അലയെ കെട്ടി ഇനി ഒന്നും കൂടെ വേണം. എങ്ങനെ ഇവരെ നമ്മൾ രണ്ടാമത് കെട്ടി? അങ്ങോട്ട് ഇവിടെ ഒരു മാലയിട്ട് മോതിരം മാറി എന്നിട്ട് എന്താ പറയാ, അങ്ങനെയൊക്കെയുള്ള സർപ്രൈസ് ആയിട്ട് ചെയ്യാം. അവരോട് പറയണ്ട, ശരിക്കും നമുക്ക് ഇവരെ ആലോചിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ പ്രോപ്പർട്ടീസ് കൊണ്ട്. അപ്പൊ യമുനേച്ചി, എന്താണ് ചടങ്ങ്? എന്താണിത്? നമുക്ക് ഇവരെ ഒന്ന് പാദസേവ നടത്തിക്കളെ. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ ഓക്കെ. വളരെ സന്തോഷം. പിന്നെ പെട്ടെന്ന് ഇത് കണ്ടപ്പോ ഒന്ന് ഞെട്ടിപ്പോയി. എന്നാലും ഭയങ്കര സന്തോഷമായി. ഇവിടെ തന്നെ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ആഘോഷിക്കാൻ പറ്റിയത് ഏറ്റവും സന്തോഷം. പിന്നെ നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു സന്തോഷം. എന്താണ് ഈ നവദമ്പതികളോട് പറയാനുള്ളത്? അത് ഞാൻ പറഞ്ഞില്ലേ, 100 വർഷം
മാപ്പിള അതാ പാട്ടൂടാ ദേവചേട്ട ഡാൻസോ வருஷம் இந்த மாப்பிள்ளையும் பேரு விளங்க இங்கு வாழணும் ஒரு சோடி குயில் போலத்தான் காலம் முழுக்க சிந்து பாடணும் ஒண்ணுக்கொண்ணு பக்கத்தில பொண்ணு புள்ள நிக்கையில கண்ணு படும் மொத்தத்தில கட்டழக அம்மாடி என்ன சொல்ல 100 வருஷம் അങ്ങോട്ട് പോകല്ലേ இங்கு வாழணும் പോകരുത് എനിക്ക് നവദമ്പതികളോട് പറയാനുള്ളത് നിങ്ങൾ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ. വളരെ നല്ല രീതിയിൽ ഒരു കുടുംബജീവിതം കാഴ്ചവെച്ച് ഇനിയുള്ള കാലം ആയിട്ട് നന്നായിട്ട് ജീവിക്കുക. പിന്നെ ആങ്ങളെയാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോളുക. ചോദിച്ചിട്ടാ എനിക്ക് ഞാനിവിടെ എത്തിയതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഏട്ടനോടൊന്ന് പ്രതികാരം ചെയ്യണം. ഞെട്ടിയോ? പക്ഷെ ഒരു മധുര പ്രതികാരമാണത്. ഞങ്ങൾ 10 മക്കളാണ്. ഏറ്റവും ഇളയ ആളാണ് ഞാൻ. കുറച്ച് നെർവസ് ആവണുണ്ടല്ലേ? വീട്ടിലെ എല്ലാവരും തന്നെ എന്നെ ഒരുപാട് അരത്തിച്ചും പുന്നാരിച്ചും ഒക്കെ വളർത്തിയ ഒരാളാണ് ഞാൻ. അങ്ങനെ എനിക്കൊരു 7-8 വയസ്സുള്ള ഒരു സമയത്ത് എൻ്റെ അമ്മയുടെ മടിയിലിരിക്കുകയാണ് ഞാൻ. എൻ്റെ അമ്മയുടെ മടിയിലിരിക്കുക. അപ്പോൾ അമ്മ ഇങ്ങനെ എന്നെ അരത്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുക, മോളെ നിനക്ക് വളർന്നു വരുമ്പോൾ ആരായി തീരാനാണ് ഇഷ്ടം? അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊട്ടും സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു സിനിമാ നടിയാവണം. അപ്പോൾ പെട്ടെന്ന് അമ്മ ഒന്ന് ഞെട്ടി. അമ്മ പയ്യെ എന്നെ മടിയിൽ നിർത്തി നിലത്തേക്ക് നിർത്തിയതാണോ അതോ നിലത്തേക്ക് കുത്തിയതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇപ്പോഴും ഉണ്ട്. എന്തായാലും കൊള്ളാം. എനിക്ക് ഇച്ചിരി വിഷമമായി. ഞാൻ ഇങ്ങനെ ചെണുങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ വലിയേട്ടൻ ഇതുവഴി വന്നിട്ട് എന്താ ഇവിടെ നിന്ന് ചെണുങ്ങുന്നത്, എന്താ പ്രശ്നം എന്താന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവക്ക് സിനിമാ നടിയാവണമെന്ന് എന്ന് പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഈ വലിയേട്ടൻ അതിൻ്റെ അടുത്ത് വന്നിട്ട് ഒറ്റയടി. ഇതെന്താ സംഭവം എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ അടുത്തയാൾ വരുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നു, എന്നെ അടിക്കുന്നു, ഇതെന്താ സംഭവം? എന്നെ ഒരു നുള്ളി പോലും നോവിക്കാത്ത ആൾക്കാരാണ് എന്നെ അടിക്കണേന്ന് ഓർത്താണ്. വരുന്നു, അടിക്കണം, പോകുന്നു. എന്റെ ഏച്ചിയും വന്നു. എന്തിനീ കൊച്ചു കുറച്ച് പതുക്കെ കരയും, എന്താണ് ഇവിടെ പ്രശ്നം, എന്താണെന്ന് ചോദിച്ചപ്പോ അമ്മ പറയാ അവളോട് തന്നെ അങ്ങോട്ട് ചോദിച്ചു നമുക്ക് സിനിമാ നടിയാവണമെന്ന്. അപ്പൊ ഏച്ചിക്ക് സിനിമയിൽ അഭിനയിച്ചോ? എവിടെന്ന് തന്നെ വന്ന് ചേച്ചിയും വന്നിട്ട് അപ്പോഴേ അടിച്ചു പോയി. അപ്പോഴാണ് എന്റെ സ്നേഹനിധിയായ എന്റെ ഏട്ടൻ വരണത്. അപ്പൊ ഞാൻ ഓർത്ത് എനിക്കറിയാം ഏട്ടൻ വന്നു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടങ്ങ് പോകുമെന്ന് എനിക്കറിയാം. ഏട്ടൻ വരുന്നു, അമ്മയോട് കാര്യങ്ങൾ തിരക്കുന്നു. അമ്മ അതുപോലെ പറയുന്നു സിനിമാ നടിയാവണോ അത്രേ അവർക്ക്. ഏട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് അടിയോടടി, തലങ്ങും വിലങ്ങും എനിക്കിട്ട് അടിയോടടി. എനിക്ക് എന്താണെന്ന് മനസ്സിലായി. ഞാൻ വലിയ വയല് കടന്ന് അലറി വിളിക്കുകയാണ്. എന്നെ എടുത്തോണ്ട് പോകുമെന്ന് വിചാരിച്ച ഏട്ടനാണ് എന്നെ കണ്ടത് ഇത്ര അടിക്കണത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമായിരുന്നു. ആ ആളാണ് ഇപ്പൊ ഒരു സിനിമാ നടിയെ കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുന്നത്. എത്ര വലിയവനല്ലേ ഇവിടെ നോണിച്ചിട്ട് ഞാൻ എന്ത് പറയണോ പറ. എനിക്കിത് ഇപ്പൊ പറയാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഇനി ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടില്ല. എനിക്കിനി ഇത് പറയാൻ പറ്റത്തില്ല. ഏട്ടന് ഈ സംഭവം വളരെ കറക്റ്റ് ആയിട്ട് അറിയാം. പക്ഷെ അത് ഞാൻ ഇവിടെ പറയുമെന്ന് അറിഞ്ഞില്ല. പക്ഷെ എനിക്ക് എന്റെ ഉള്ളില് അങ്ങനെ തന്നെ കിടന്നു ആ പ്രതികാരം. ഇപ്പതാ ഹാപ്പിയല്ലേ? വരുന്നവരടിക്കട്ടെ. ഓണ്ട് അല്ല അന്ന് വിവരമില്ലാത്ത പ്രായത്തിൽ കൊച്ചു പ്രായത്തിൽ ഞാൻ വീടിനകത്ത് വെച്ചതല്ലേ, ഇവിടെ ഇപ്പൊ നാട്ടുകാർ മുഴുവൻ കാണാൻ തന്നെ. കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് നമ്മൾ ഈ വേദിയിൽ വിറ്റ്നസ് ചെയ്യാറുണ്ട്. എന്നാലും ഒരു മധുര പ്രതികാരം കൂടി കാണാൻ പറ്റിയത്ര നല്ല സന്തോഷം. അത് ദയവായിട്ടുണ്ട് തന്നെ ആയാലും അതിലും നല്ല സന്തോഷമുണ്ട്. അപ്പൊ താങ്ക് യു എല്ലാവർക്കും ഒരിക്കൽ കൂടി. താങ്ക് യു സോ മച്ച്. ഫാമിലിയെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിട്ട് ധീരമായിട്ട് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് നമ്മുടെ അർജുൻ ആൻഡ് മാധവി. കുട്ടി ആരെയൊക്കെയാണ് കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്? ഞങ്ങളുടെ വീട്ടിലെ മെയിൻ 3 ആൾക്കാര്. മെയിൻ 3 ആൾക്കാർ ഞങ്ങളുടെ വീട്ടിലെ മാധുവിന്റെ അമ്മയും എന്റെ പപ്പയും അമ്മയും. ഓക്കെ.
അപ്പൊ പേരൻസ് വന്നിട്ടുണ്ടല്ലോ എല്ലാരും. ഓക്കെ, അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം. അർജുന്റെ പേരൻസ് ഉണ്ട്, അതുപോലെ മാധവിയുടെ പ്രിയപ്പെട്ട അമ്മ എത്തിയിട്ടുണ്ട്. നിറഞ്ഞ സ്നേഹത്തോടെ നല്ല കയ്യടിയോടെ നമുക്ക് ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം അർജുൻ ആൻഡ് മാധവി. അപ്പൊ ഇതാണ് നമ്മുടെ മാധവിക്കുട്ടിയുടെ അമ്മ ആൻഡ് അർജുന്റെ പേരൻസ്. അപ്പൊ ഇവരുടെ പ്രോഗ്രാം ഒക്കെ ടിവിയിൽ കാണണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ട് ജെനുവൻ ആയിട്ടൊരു അഭിപ്രായം പറയും. ഇവർ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നറിയോ? ഞങ്ങളെ സ്വാഭാവികം വീട്ടിൽ കാണുന്നതാണല്ലോ. അങ്ങനെയല്ലേ പറ്റുള്ളൂ. അതെ അതെ, എന്റെ മക്കളാണ് ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റില്ലല്ലോ, എല്ലാവരുടെ അഭിപ്രായം പറയണ്ടേ. അർജുനെ അമ്മയെടുത്ത് ചോദിച്ചു നോക്കി. 10 കൊല്ലം മുമ്പ് ആന്റിയുടെ വീട്ടിൽ ഞാൻ ചെന്നിട്ടുണ്ട് ചേച്ചിയുടെ പ്രോഗ്രാമുമായിട്ട്. ആന്റിക്ക് എന്നെ ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും. 50 വർഷം കഴിഞ്ഞാൽ മറക്കുറവ് ചെയ്യുന്നത് അവിടെ നിന്ന് എന്തെങ്കിലും കാണാതെ പോയായിരുന്നു പറയണ്ടായിരുന്നല്ലേ വിജയ്? ഓക്കെ, നമുക്ക് അച്ഛനെ കൂടെ പരിചയപ്പെടാം. ഞാനിവിടെ പ്രോഗ്രാം വരുമ്പോൾ മിക്കവാറും കാണാറുണ്ട്. എന്നെ വിളിച്ചു പറയും, പ്രസീത പറയും, അതാ മോന്റെ പ്രോഗ്രാം വന്നിരിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇത് തന്നെയായിരുന്നു നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും നല്ല പ്രോഗ്രാമാണ് അത്. ഇനിയും നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അർജുന്റെ അമ്മ ഇപ്പൊ ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞങ്ങൾ ജഡ്ജസ് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ജഡ്ജസിനെ നമുക്ക് തമ്മിൽ നേരിൽ അറിയാം. പിന്നെ എനിക്കൊരു പേരൊക്കെ ഇട്ടിരുന്നു ലൊക്കേഷനിൽ വെച്ചിട്ട്, ഓർമ്മയുണ്ടോ? എന്തായിരുന്നത്? അനന്യയുടെ ബോഡി ഗാർഡ്. ഓർമ്മയുണ്ടോ? മഞ്ഞുണ്ടോ ബോഡി ഗാർഡ്. അങ്കിളിന് ആരെങ്കിലും മോദിജിയുടെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഞാൻ വിചാരിക്കുകയാണ് എന്റെ കണ്ണിന് കുഴപ്പമാണ്. ഞാൻ എന്നിട്ട് നല്ലോണം പപ്പയുടെ വീട്ടില് കോട്ടിനിടാത്ത ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് മൂടി. അപ്പൊ ഫാമിലിയിൽ വേറെ ആരെങ്കിലും പാട്ട് പാടും? അനന്യ പാടും തോന്നുന്നല്ലേ? ചേച്ചി പാടും, രണ്ടുപേരും കൂടെ മമ്മി പാടും, പപ്പ പാടും, എല്ലാരും പാടും. ഞങ്ങൾ കുറച്ച് പാട് വിടും. അർജുന് മാത്രം കഴിവിട്ടത് വീട്ടില് പാടാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാരും കൂടെ കുടുംബം ഇതുപോലെ പാട്ടൊക്കെ ഉണ്ടാവാറ്. എനിക്കൊരു 2 വരി കേൾക്കണം അശ്വതി. ആണോ? അമ്മയുടെ പാട്ട്. ഞാൻ വിചാരിച്ചു അശ്വതി 2 വരി കേൾക്കാൻ പറയുമ്പോ ഞാൻ മൈക്ക് അല്ലേ? ആരെങ്കിലും കൊണ്ട് ട്രെയിന് നല്ല നോക്കും അങ്ങനെ. അതാ ഞാനും ആലോചിച്ചേ, ആദ്യമായിട്ടാണല്ലോ. ആന്റി 2 വരി പാടുവോ? കൊറേ നാളുകൾക്ക് ശേഷം പാടുകയാണ്. ഒരു ലളിതഗാനാണ്. വൈദേഹി ഇന്നും കാനനത്തിൽ വാഴുന്നു ശ്രീരാമൻ അയോധ്യയിൽ. വൈദേഹി ഇന്നും കാനനത്തിൽ വാഴുന്നു ശ്രീരാമൻ അയോധ്യയിൽ. രാമരാമേദിയിൽ ജപങ്ങളുമായി, രാമരാമേദിയിൽ ജപങ്ങളുമായി ഭൂമി കന്യതൻ ചിന്തകൾ മൂകമായി. വൈദേഹി ഇന്നും കാനനത്തിൽ വാഴുന്നു ശ്രീരാമൻ അയോധ്യയിൽ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാനുള്ള സമയം. നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. മാധവി വർത്തമാനം പറഞ്ഞു വരുന്നതിനിടയ്ക്ക് എന്തായാലും അവിടെ ഇവിടെ ഒക്കെ എപ്പോഴും വന്നു പോകുന്ന ആളാണ് അമ്മ. അപ്പൊ സുഖമായിട്ടിരിക്കുന്നോ? സംസാരം അധികം പ്രതീക്ഷിക്കരുത്, ഈ ചിരി മാത്രമേ ഉള്ളൂ. അല്ല, കുറച്ച് സംസാരിച്ചാലും ബുദ്ധിപരമായിട്ട് സംസാരിച്ചാൽ മതി. സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. ആരെയോ ഉദ്ദേശിച്ചു ഇവിടെ കുത്തി പറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നു. ഇങ്ങനെ തന്നെയാണോ വീട്ടിലും? ഇങ്ങനെ തന്നെയാണ്. നല്ലോണം സംസാരിക്കും, വായ അടയ്ക്കാതെ സംസാരിക്കും. മൂഡ് വന്നാൽ ചിലപ്പോ മിണ്ടാതെ 3 ദിവസം വേണമെങ്കിൽ ഇരിക്കുകയും ചെയ്യും. ഓഹോ, അങ്ങനെ ഒരു മോഡുണ്ടല്ലേ? പല ടൈപ്പ്. ഏത് വേണം? അർജുൻ എന്ത് ഭാഗ്യവാൻ. എന്താണോ എന്തോ എന്റെ അടുത്ത് മാത്രം 3 ദിവസം മിണ്ടാണ്ടിരിക്കണല്ല. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, 3 മാസമായിട്ടല്ലേ ഉള്ളൂ. നേരത്തെ പറഞ്ഞല്ലേ വല്ലപ്പോഴും മിണ്ടിയാ മതി. ഓക്കെ, സോ നമ്മൾ ഇവരുടെ ഫാമിലിയെ പരിചയപ്പെട്ടു. ഇനി ഇവർക്ക് നമ്മളൊരു കുഞ്ഞു ഗെയിം കൊടുക്കുന്നുണ്ട്. കുഞ്ഞു
ഗെയിം ആണല്ലേ? ഇത് അച്ഛനും മോനും കളിക്കട്ടെ. അച്ഛനും മോനും ഉള്ളൊരു ടാസ്ക് ആണ്. അത് ചെയ്യിപ്പിക്കണത് അമ്മയായിരിക്കും. അച്ഛനും മോനും അച്ഛനും മോനും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ടാസ്ക് ആയിരിക്കും. നമ്മള് അമ്മ ഇപ്പൊ ആണെങ്കിൽ വളരെ ആക്റ്റീവ് ആയിട്ട് പാട്ടൊക്കെ പാടി അപ്പൊ നമ്മള് ചില കാര്യങ്ങൾ ചോദിക്കും. ഇത് ഈ പറയണ കാര്യം ഇത് അച്ഛനാണോ കൂടുതൽ റൈറ്റ് അല്ലെങ്കിൽ മകനാണോ എന്നുള്ളത് അമ്മ പറഞ്ഞു തരും നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി തരുമോ? അപ്പൊ അമ്മ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന്റെ ഉത്തരം അച്ഛനാണെങ്കിൽ അച്ഛന് അവിടുന്ന് ഒരു ലവിന്റെ ഷേപ്പുള്ള ഒരു പില്ലോട് വെച്ചിട്ടുണ്ട്. അത് എടുത്ത് കൊടുക്കണം. അത് എടുത്ത് കൊടുത്തിട്ടാണ് അത് എന്താ ആൻസർ അച്ഛനായതെന്നുള്ളത് പറയാൻ പാടുള്ളൂ. ഇനി അർജുൻ ആണെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് വന്നിട്ട് അർജുന് കൊടുക്കുക, എന്നിട്ട് കാര്യം പറയാം. ഓക്കെ, അമ്മ സപ്പോസ് വീട്ടിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു പണി ചെയ്യുകയാണെങ്കിൽ അതിനിടയ്ക്ക് ഒരു 100 വട്ടം വിളിച്ച് ശല്യം ചെയ്യുന്നതിൽ ആരായിരിക്കും? അമ്മ ഒരു പില്ലോ എടുത്ത് കൊടുത്തോ? അമ്മ ഇപ്പൊ മാധവിക്ക് കൊടുക്കും. ഓക്കെ, താങ്ക് യു. എനിക്കുള്ളതാണ്. ഇനി എന്താ കാരണം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക എന്തെങ്കിലും ചെയ്യുന്നതിനിടയ്ക്ക്? എന്നല്ല, അവൻ എന്തെങ്കിലും കാര്യം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അപ്പൊ തന്നെ വിളിയാക്കണം, ചെയ്തു കൊടുക്കണം. അത്രേ ഉള്ളൂ. ചെറിയ കാര്യം. വളരെ മാന്യമായ സ്വഭാവം. ആന്റി, ഞാൻ ചോദിക്കട്ടെ ക്വസ്റ്റ്യൻ? ഇതിൽ ആരാ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ്? അത് രണ്ടുപേർക്കും ഉണ്ടാവില്ല, ഞാൻ തന്നെ ആയിരിക്കും. അല്ലല്ല, ഇവരിൽ ആർക്കെങ്കിലും ഒരു പില്ലോ എടുത്ത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പം കൂടുതൽ സെൻസിറ്റീവ് ആരാണ്? അവിടുന്ന് മാധവിയുടെ അടുത്ത് ആ പുതിയ പില്ലോ മേടിച്ചു. അപ്പൊ ഞങ്ങൾ ഈ പില്ലോ എടുത്ത് മമ്മിക്ക് കൊടുക്കാം. ഞങ്ങൾ രണ്ടും കൂടി. മമ്മിയാണല്ലോ അധികം. മമ്മിക്ക് രണ്ടുപേരും അത്ര സെൻസിറ്റീവ് അല്ലാണ്ടാണ് ആന്റി ഉറപ്പിച്ച് പറയുന്നത്. ഈ പില്ലോ ഞാൻ തന്നെ എടുക്കാം. മോനെ തന്നെ കൊടുത്തോ. ഒട്ടും സെൻസിറ്റീവ് അല്ലാതാണോ മമ്മി പറയണേ? അങ്ങനെയൊന്നും പപ്പയ്ക്ക് അങ്ങനെ ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ട്. അത് എപ്പോഴൊന്നും ഇല്ല കേട്ടോ, എല്ലാവരോടും ഇല്ല. എന്നോട് മാത്രമേ തിരിച്ച് കാണിക്കാറുള്ളൂ. ഇല്ല, ഞാൻ പൊതുവിൽ അങ്ങനെ ദേഷ്യമൊന്നും കാണിക്കാറില്ല. പക്ഷെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഈ കരച്ചിൽ വരിക എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ലാത്ത ഒരാളാണ്. പക്ഷെ ഒരു 3-4 മണിക്കൂർ നിരന്തരമായി കരഞ്ഞുകൊണ്ടിരുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. അർജുന് ഒരു 5 വയസ്സുള്ള സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ശബരിമലയ്ക്ക് പോയി അവിടെ ദർശനമെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുന്ന അവസരത്തില് അയാളാരെ ബലൂൺകാരനായിട്ട് കണ്ടപ്പോൾ അങ്ങോട്ട് പോയി. ഈ കുട്ടിയെ അന്വേഷിച്ച് ഞാൻ മല ഒരു 3-4 പ്രാവശ്യം കയറി ഇറങ്ങി നടന്നു. അവസാനം ഒരു പോലീസുകാരൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പോലീസുകാരുടെ അടുത്ത് ഈ കുട്ടി നിൽക്കണു. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അപ്പൊ പറഞ്ഞു, പപ്പേ ഞാനിപ്പോ ഈ പോലീസുകാരൻ എന്നെ സൂക്ഷിച്ചു വെച്ചേക്കാണ്, എന്നെ ഒന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഇങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചിങ്ങനെ ഇരിക്കും. അങ്ങനെ അപ്പൊ അതിനുമ്പ് ഞാൻ ഈ നടക്കുമ്പോ വിചാരിക്കണത് ഇനി വീട്ടിൽ പോണ്ട, തിരികെ വീട്ടിൽ അമ്മയുടെ അടുത്ത് കൊച്ചിനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണമല്ലോ. നമ്മുടെ കയ്യിൽ ഇല്ല ഏൽപ്പിക്കാനായിട്ട്. എന്ത് ചെയ്യും? അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ശരി ഇത്തവണ അവസാനിപ്പിച്ചേക്കാം, നാട് വിട്ടു പോവാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം. പക്ഷെ അതിന് അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞത് അയ്യപ്പനാണ്. എനിക്ക് അയ്യപ്പൻ കൊണ്ട് തന്നതാണ് അർജുനെ വീണ്ടും. താങ്ക് യു. ആന്റി, വീട് ആന്റി അല്ലേ വൃത്തിയൊക്കെ ആക്കി വെക്കാറ് അല്ലേ? അപ്പൊ ഇതിൽ ഇവർ രണ്ടുപേരിൽ ആരാണ് വീട് അലങ്കോലപ്പെടുത്തിയിടുക? ഇതിനെപ്പറ്റി പപ്പയ്ക്ക് 2 വാക്ക് സംസാരിക്കാനുണ്ട്. അതിന്റെ പില്ല ചിലപ്പോ എനിക്ക് തന്നെ തരേണ്ടി വരും. ഞാൻ തന്നെ ഒതുക്കും, ഞാൻ തന്നെ. ക്ലീനിങ്ങിന്റെ കാര്യത്തില് എന്റെ മകളാണ് ആ വീട്ടിലെ നമ്പർ 1. ശരിക്കും പറഞ്ഞ ഈ സെൻസിറ്റീവിന്റെ ബില്ലും ക്ലീനിങ്ങിന്റെ ബില്ലും മമ്മിക്ക് കൊടുക്കണം അല്ലേ? മമ്മിക്ക് ഒരെണ്ണം പിടിച്ചേ. അങ്കിൾ ഇതുവരെ കരഞ്ഞില്ല എന്ന് പറഞ്ഞ എന്നാ ആന്റി കരയിപ്പിക്കും. അർജുനും അച്ഛനും ഞങ്ങൾ ഒരാളെ, ഞാനും എൻ്റെ ആള് ടീമിൽ ഒരാളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. നമ്മുടെ ഷാജിയുടെ പ്രിയ സഹധർമ്മിണിയെ അങ്ങോട്ട് അയക്കുകയാണ്. കരയാനും സെൻസിറ്റീവ് ആകാനുള്ള എല്ലാ അവസരവും അത് ഒരുക്കുന്നതായിരിക്കും. ഒരാഴ്ചത്തെ അതെ. പിന്നെ ആ വീട് കണ്ണീർ കടലാവും. ഓക്കെ, ഇവർ രണ്ടുപേരിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആർക്കാം? ഓ കം ഓൺ, ഒരു സംശയമില്ലാതെ എടുത്തു തന്നു. പെട്ടെന്ന് ദേഷ്യം വരാം. ഇതിനെപ്പറ്റി 2 വാക്ക്. അത് പറഞ്ഞാ തീരില്ല, എപ്പിസോഡ് തീരില്ല. നമുക്ക് വീട്ടിൽ പോയിട്ട് പറയാം. അത്രയും പറയണ്ട. ദേഷ്യം വരും അവന്. എന്തെങ്കിലും നമ്മൾ പറയണതിന് മുന്നേ ദേഷ്യം വരുന്ന ഒരാളാ. ആരാ വീട്ടിൽ ഏറ്റവും കൂടുതൽ കിടന്നുറങ്ങണേ? പില്ലോ വരുന്നുണ്ട്. ആർക്കാ കണ്ട? അത് കൊടുത്തേക്ക കൊണ്ടുതരാ. പപ്പയ്ക്ക് പറ്റിയ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കൂ. പക്കക്ക് പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് നീ. ഈ കൂട്ടത്തില് അമ്മയ്ക്ക് ഏറ്റവും അധികം സമ്മാനം തന്നിട്ടുള്ളത് ആരാ? അച്ഛനാണോ മോനാണോ സമ്മാനം തരാറുള്ളത്? ഒടുവിൽ അച്ഛനെ കിട്ടി.
അച്ഛൻ തന്നതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സമ്മാനത്തെ കുറിച്ച് പറയോ? അതെന്റെ മോളുടെ ഡെലിവറി സമയത്ത് അത് എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. എന്നുവെച്ചാൽ അത് ആ ടൈം കഴിഞ്ഞ ഉടനെ തന്നെ പപ്പ എന്നെ കാണാൻ വന്നിട്ട് എനിക്ക് തന്നെ ഒരു മോതിരമാണ് ഇട്ട് തന്നത്. പുറത്തു പോയാല് സമയത്തിന് വീട്ടിലെത്താത്ത അല്ലെങ്കിൽ വീട്ടിലെത്താൻ ലേറ്റ് ആവുന്നതാരാ? പല തലനുണ്ട്. പപ്പക്കല്ലേ? പപ്പ അങ്ങനെ ലേറ്റ് ആവില്ല. അല്ല, മറ്റേ 6:30 പാർട്ടിയുടെ കാര്യത്തിനോ? അത് വേറെ, അത് എപ്പോഴും ഒന്നും ഇല്ലല്ലോ. ഇത് ഡെയിലി ഇവനെ രാത്രി 12:30 വരെയൊക്കെ കാത്തിരിക്കാറുണ്ട്. പക്ഷെ മോനോ വരാതെ ഞാൻ ഉറങ്ങില്ല ഫ്രണ്ട്സിന്റെ കൂടെ പോയാലും. പക്ഷെ പപ്പ എവിടെ പോയാലും ഒരു 6:30-7:30-ക്കുള്ളിൽ അത് വിട്ട് എങ്ങും പോവില്ല. അവസാന ക്വസ്റ്റ്യൻ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ആൻസർ ആണ് പറയാൻ എനിക്കറിയാം, കാരണം എനിക്കറിയാം അതിന്റെ ഫീലിങ്സ്. പക്ഷെ എന്തായാലും പറയണം കേട്ടോ ആന്റി. ആന്റിക്ക് ഏറ്റവും ഇഷ്ടം അങ്കിളിനെയാണോ അല്ല അർജുനെയാണോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഐ നോ ദാറ്റ്. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് രണ്ടും പ്രിയപ്പെട്ടതാ. എന്റെ രണ്ട് കണ്ണുകളല്ലേ. ഒരു പൊടിക്ക് ഒരു പൊടിക്ക് ഒരു പൊടിക്ക് അതല്ലേ. പ്ലീസ്, എനിക്ക് പ്രശ്നമില്ല, പറഞ്ഞോളൂ. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഇല്ല. എനിക്ക് എന്റെ എനിക്ക് അങ്ങനെ ഇല്ല. എനിക്ക് എല്ലാം രണ്ടുപേരും എനിക്ക് ഒരുപോലെ തന്നെയാ. മക്കളും അത് ഇപ്പൊ മാധു അങ്ങനെ തന്നെയാ. എനിക്ക് ഞങ്ങള് 4 പേര്, ഞങ്ങൾ 6 പേര്. ഇപ്പൊ മോളുടെ ഹസ്ബൻഡാണ്. ഞങ്ങൾ അങ്ങനെയാണ്. നമുക്ക് അങ്ങനെ വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് എനിക്ക് പറ്റില്ല. കുറച്ച് സ്നേഹം എന്നാ കുറച്ച് ചേട്ടന് കൊടുക്കാം. ചേട്ടന് കൊടുക്കാൻ പറഞ്ഞു. മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സമയമുണ്ട് എല്ലാവർക്കും. പക്ഷെ എന്ന് വെച്ചാല് നമുക്ക് നമ്മൾ അച്ഛനും അമ്മയൊക്കെ ഇഷ്ടമായിരിക്കും, അതൊക്കെ സത്യം എല്ലാം ആണ്. പക്ഷെ എന്നാലും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക നമ്മുടെ ഭർത്താവാ എന്നും, അല്ലേ? അല്ല, അങ്ങനെ ഒക്കെ ശരിയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾക്ക് ഇതുവരെ എനിക്ക് എന്താ പറയാ, നമ്മളിങ്ങനെ 5 പേരിൽ ചേർത്ത് പിടിച്ചാൽ എങ്ങനെയാ അതുപോലെയാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാം ഒന്നാണ് ഇപ്പൊ. വേറെ പ്രശ്നമുണ്ട്. അപ്പൊ അത് നിത്യക്ക് മനസ്സിലാവില്ല, കൊറേ കഴിയുമ്പോ മനസ്സിലാവൂലേ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് നന്നായിട്ട് എനിക്ക് എന്റെ അച്ഛനും അമ്മേനെ തന്നെയാ കൂടുതൽ ഇഷ്ടം. പക്ഷെ പ്രയോറിറ്റി എന്ന് വരുമ്പോ അവരടുത്ത് നമുക്ക് വിചാരിക്കണ പോലെ അങ്ങോട്ട് എത്താൻ പറ്റില്ലല്ലോ. അപ്പൊ എപ്പോഴും നമ്മൾ ഇവിടെ ആയിപ്പോവും. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അച്ഛനമ്മ കഴിഞ്ഞിട്ടേ ലോകത്ത് എന്തുള്ളൂ. അതേപോലെ തന്നെയാണ് മക്കൾ. പക്ഷെ അത് സത്യം തന്നെ എന്ന് പറയുമ്പോ അല്ല, ഭർത്താവ് എന്ന് പറയുമ്പോ അങ്ങനെ ഭർത്താവിനെ വേണമെങ്കിൽ നമുക്ക് മാറ്റും ചെയ്യാം. അത് ശരിയാട്ടോ. നമ്മൾക്ക് ഇവിടെ ഇപ്പൊ ഭർത്താവാണ് അവസാനം വരെ ഉണ്ടാവും. പക്ഷെ ഭർത്താവിനെ ഇവിടെ മാറ്റാൻ ചെയ്യാം. അഭിപ്രായത്തോട് യോജിക്കുക അല്ലേ? ഭർത്താവിനെ മാറ്റാന്നോ? ഭർത്താവും ഭാര്യയും തമ്മിലാണ് ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ളത്, അല്ലേ? അവസാനം നമ്മുടെ കൂടെ അവരുണ്ടാവുക. പക്ഷെ വേണമെങ്കിൽ ഭർത്താവിനെ എന്തിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാം. അത് വേണോ? പക്ഷെ കണ്ടോ, ആന്റി അത് പറഞ്ഞില്ലെങ്കിലും അങ്കിളിന്റെ മനസ്സിൽ ആ ഒരു പ്രണയത്തിന്റെ ഫീൽ കണ്ടില്ലേ? പക്ഷെ ആ അങ്കിളിനും ആന്റിക്ക് വേണ്ടിട്ട് ഒരു പാട്ടിട്ടിട്ട് ഒരു റൊമാൻറ്റിക് ഡാൻസ്. ചെറുത് നിങ്ങൾ രണ്ടുപേരോ? നമ്മളോ? എന്റെ അതില്ല മക്കളെ. പ്ലീസ് ഇടൂ, പാട്ടിടൂ. ഒരു മ്യൂസിക്. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സുന്ദരി മണമേ നീ പാടൂ പ്രേമാദ്രം. അല്ലെ, ഒരു 69-70 വയസ്സുകാരന്റെ പ്രണയം നിങ്ങൾ കണ്ടോ? അല്ലെ, നിങ്ങൾ കാണ്. അതെ, മാധവിയുടെ അമ്മ ഇതൊക്കെ കേട്ടോണ്ടും കണ്ടോണ്ടും ഇരിക്കുക. ഒരു ഡാൻസ്, ഒരു പാട്ട്, എന്താണ് മാധവിയുടെ അമ്മയ്ക്ക് ഡാൻസ് പഠിക്കണം അല്ലെങ്കിൽ ഡാൻസർ ആവണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അല്ലേ? അതാണ് ഞാൻ അത് ഇവൾ മോള് കൂടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഡാൻസർ ആവണം എന്നുള്ളതും. അത് ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് എന്താ പഠിക്കാൻ പറ്റാണ്ട് പോയത്?
എനിക്ക് എന്റെ കുട്ടിക്കാലം അങ്ങനെയായിരുന്നു. അച്ഛൻ ഉണ്ടായിരുന്നില്ല, അച്ഛൻ നേരത്തെ മരിച്ചതാണ്. അപ്പൊ അമ്മ പ്രായമായിട്ടുള്ള അമ്മയ്ക്കും അച്ഛനും, അമ്മയ്ക്ക് 56 വയസ്സും അച്ഛന് 64 വയസ്സുള്ളപ്പോ ഉണ്ടായതാ ഞാൻ. അപ്പൊ ഇന്നത്തെ പോലെ കൊണ്ട് നടക്കാനുള്ളൊരു ആരോഗ്യമൊന്നും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് പക്ഷെ അന്നേ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് എനിക്കൊരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ ഡാൻസ് പഠിപ്പിച്ചിരിക്കും. അല്ല, എന്നെ മാധവി പഠിച്ച സമയത്തെങ്കിലും കൂടെ അങ്ങ് പഠിക്കാറുന്നില്ലേ? അന്ന് ഇതുപോലുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെയൊക്കെ ഒരു പ്രായത്തില് അമ്മയാണ് കൂടെ പഠിക്കണം എന്നൊന്നുമില്ല. ഇന്നായിരുന്നെങ്കിൽ ചിലപ്പോ പഠിച്ചേനെ. ഇന്നാണ് ചിലപ്പോ പഠിച്ചേനെ അല്ലേ? ഇന്നിപ്പോ ഇവിടെ വെച്ച് നമുക്ക് 2 ചോട് വെച്ച് നോക്കിയാലോ മാധവി? എങ്ങനെയുണ്ടാവും? അമ്മ ചെയ്യും. ഇനി ഞാൻ വിലയിരുത്തും എങ്ങനെയുണ്ടോ. അത് റെഡിയല്ലേ? പൊളിച്ചടുക്കി. ഓ മൈ ഗോഡ്, അതൊരു കിടിലം മൊമെന്റ് ആയിരുന്നു. അതെ, അതങ്ങനെ മ്യൂസിക് തുടങ്ങി വന്നപ്പോഴേക്കും നമ്മൾ ഓർത്ത് നോക്കി ആന്റി പതുക്കെ അനങ്ങി നിൽക്കുള്ളത്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒരു വൻ പൊളിയായിരുന്നു അല്ലേ? സൂപ്പർ അടിപൊളിയായിരുന്നു. ഭയങ്കര സന്തോഷം. ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച്. അടിപൊളി. അടിപൊളിയായിരുന്നു ആന്റി. ആന്റി ഇതിന്റെ മുമ്പേ സ്റ്റേജിൽ ഡാൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, സ്റ്റേജിൽ ഡാൻസ് ആയിട്ട് ചെയ്തിട്ടില്ല. തിരുവാതിരക്കളിയൊക്കെ കളിച്ചിട്ടുണ്ട്. ഇത്രയും ഒരു ക്രൗഡിന് മുമ്പിൽ ആദ്യമായിട്ടല്ല ഡാൻസ്? ആദ്യമായിട്ടാണ്. എന്തായാലും അതിന് ചാൻസ് തന്ന സീ കേരളത്തിനോടും ഞാനും എന്റെ ആൾക്കും താങ്ക്സ്. അർജുൻ, മാധവി, നിങ്ങൾ ഇനി ഒരുപാട് യാത്ര ചെയ്യേണ്ടതാണ്. ഒരുപാട് സ്റ്റേജുകളെ, പ്രത്യേകിച്ച് അർജുനൊക്കെ ഒരുപാട് വളർച്ച നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉറപ്പിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ്. ഇനി ഒരുപാട് കിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു ലോകത്ത് ഇനി എത്ര യാത്ര ചെയ്താലും നിങ്ങൾക്കെന്നല്ല ഒരു സെലിബ്രിറ്റിക്കും ഈ ഒരു അവസരം കിട്ടും. ഭയങ്കര മൂവ്മെന്റ് ആണ് ഇത്. എന്നും ഓർക്കും നിങ്ങൾ. എനിക്ക് തോന്നുന്നു എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾ പണ്ട് ഓർമ്മയിലേടി അമ്മയും അപ്പനും ഒക്കെ ആയിട്ട് വന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ആ ബുദ്ധിമാനെ അല്ല ഞാൻ എന്റെ ആളും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്. തീർച്ചയായിട്ടും ഞാൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. നല്ല മൂവ്മെന്റ്, എനിക്ക് ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് നല്ല എല്ലാവരും നമ്മളെ ആ അച്ഛൻ്റെ അമ്മയും പ്രത്യേകിച്ച് മാധവിയുടെ അമ്മയും ഒക്കെ ആയിട്ട് നല്ലൊരു യൂണിറ്റി, നല്ലൊരു അല്ല പറയണം, ഭയങ്കര പോസിറ്റീവ് എനർജി, എമ്പരായി. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ ഈ സന്തോഷവും എനർജിയും ഒക്കെ എന്നും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആൻഡ് അർജുൻ ആൻഡ് മാധവി, നിങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾക്ക് കൂടി കുടുംബമാക്കി തന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. അടുത്തതായിട്ട് കുടുംബക്കാരെ നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വരാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിജയ് ആൻഡ് ശ്രുതി.
ഒന്നേ ഞാനും എന്താളും ഒന്നേ ഞാനും എന്താളും ഞാനും ഞാനും എന്താളും. അപ്പൊ പറ ആരെയാ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്? അത് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കുടുംബക്കാര് സാധിച്ചേട്ടനൊക്കെ ഇറക്കിയതുണ്ട്. അത് നാട്ടുകാരാണ്, വീട്ടുകാരല്ല എന്നുള്ള സത്യം ഞാൻ എന്തെങ്കിലും പ്രൂവ് ചെയ്യും. എന്റെ അമ്മയെ 50 പേര് ഞാനും എന്റെ ആളും എന്നുള്ള ഞാനും എന്റെ ആൾക്കൂട്ടമായി മാറ്റിയ സാധിച്ചേട്ടന് 1000 കൈയ്യടി കേട്ടോ. പിന്നെ എല്ലാവരും ഒരുപാട് പേരെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഇവിടെ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ കുറച്ച് ആൾക്കാരാണ്. ശ്രുതി പറയുന്നത് നമ്മളിപ്പോ എല്ലാരും കുറച്ച് പ്രായമായവരെയും ഒക്കെ ആണല്ലോ കണ്ടത്. നമ്മളിന്ന് ഇറക്കാൻ പോകുന്നത് കുറച്ച് കോളേജ് ഗേൾസിനെയാണ്. അതായത് എന്റെ 4 കസിൻസ് ആണ് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സാധിച്ചേട്ടന്റെ വലിയ ഫാമിലി പോലെ തന്നെ എനിക്ക് ഒരുപാട് കസിൻസ് ഉണ്ട്. പക്ഷെ എന്റെ അമ്മയുടെ ഫാമിലിയിൽ 6 മക്കളാണ്. അപ്പൊ അവരും അവരുടെ ഭർത്താക്കന്മാരും അവരുടെ മക്കളും അവരുടെ മക്കളുടെ മക്കളും അങ്ങനെ വലിയൊരു ഫാമിലിയാണ്. പക്ഷെ എല്ലാവരും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ 4 പേരെ കൊണ്ടുവന്നിട്ടുണ്ട് അതിലെ. So we present you Generation Next. All out there. ജനറേഷൻ നെക്സ്റ്റ് എന്ന് പറയുമ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പൊ വേറെ തന്നെ ഒരു വൈബായി കേട്ടോ. അതെ അതെ, അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് നടന്നു. അപ്പൊ ഇവരൊന്ന് പരിചയപ്പെടുത്തോ? ഇത് 2 പേരും എന്റെ അമ്മയുടെ സിസ്റ്റേഴ്സിന്റെ മക്കളാണ്. ഇത് ഒരു സിസ്റ്ററിന്റെ മക്കൾ 2 പേരും. ഇത് വേറെ അമ്മയുടെ ഒരു സിസ്റ്ററിന്റെ 2 മക്കളും. അപ്പൊ 4 പേരും കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. എന്റെ പേര് അഞ്ജിമ. എന്റെ പേര് അഞ്ജലി. അഞ്ജിമ ആൻഡ് അഞ്ജലി. ഇനി എന്റെ ടീം മെമ്പേഴ്സ് കൃഷ്ണേന്ദു. സിന്ധൂര. ഞാനേ ബന്ധുക്കൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ജുബയും മുണ്ടൊക്കെ എടുത്ത ഒരു അച്ഛനും അങ്ങനെയൊക്കെയാ ഉദ്ദേശിച്ചതാ. 4 കുഞ്ഞു കുട്ടികള്. നമ്മൾ ഇവർക്ക് എന്താ കൊടുക്കുക അശ്വതി? എല്ലാവരും വന്നു, എല്ലാവർക്കും നമ്മള് ഓരോ ടാസ്ക് ഒക്കെ കൊടുത്തില്ലേ? ഇവർക്ക് നമ്മൾ എന്തോ കൊടുക്കും? എന്താ കൊടുക്കുക? നമ്മൾ ഗെയിം കൊടുത്താലോ? ഇവർക്ക് ഓരോരുത്തർക്ക് ഒരു 3000 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷം. കമ്മീഷൻ അടിക്കാനല്ലേ? നമ്മൾ ഇവർക്ക് ചെറിയൊരു ഗെയിം കൊടുക്കാൻ പോകും. എനിക്ക് തോന്നുന്നു നമുക്ക് ഇവരെ 2 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇവിടെ LED ചില ക്ലൂ കാണിച്ചു തരും. ആ ക്ലൂവിന്റെ പാട്ട് ഏതാണെന്നുള്ളത് ഗസ് ചെയ്യണം. നമുക്ക് പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് പരിപാടിയില്ല. നിങ്ങൾ അവരുടെ ടീം ലീഡേഴ്സ് ആയിട്ട് വേണേ പ്രഖ്യാപിക്കാം. 2 പേരുടെ ടീം ക്യാപ്റ്റൻ, 2 പേരുടെ ടീം. അങ്ങനെ തന്നെ 2 സൈഡിലേക്ക് നിന്നോളൂ. അപ്പൊ ആദ്യത്തെ ക്ലൂ നമുക്ക് LED നോക്കാം. ഇതൊരു പാട്ടാണ്. അത് ഏതാണ് പാട്ടെന്നുള്ളത് ഗസ് ചെയ്യണം കേട്ടോ. ശ്രുതി കൈപൊക്കി, പിള്ളേര് കൈപൊക്കി. നമുക്കും പറ്റും. ആദ്യം ഇവർക്കാണ് ചാൻസ്. പിള്ളേര് പറയട്ടെ. ഇതുണ്ട്, ടൈമുണ്ട് കേട്ടോ, 10 സെക്കൻഡ് വരെ. അവിടെ ഒരാള് കൈപൊക്കിയിട്ടുണ്ട്. ഇവര് പറഞ്ഞു പക്ഷെ അതിനു മുമ്പ് ഒന്നാം രാഗം പാടി. അപ്പൊ ഇവരിവിടെ നിന്ന് സ്കോർ ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ക്ലൂ. കൈക്കോട്ടും കണ്ടില്ല, കൈക്കോട്ടും കണ്ടില്ല. അങ്ങനെ പാട്ടില്ലേ പക്ഷേ? കൈക്കോട്ടും കണ്ടില്ല, കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ പഴമ്പുമില്ല, കൈപ്പത്തി
കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്. നിന്നെ കാണാഞ്ഞിട്ടൊരു ഓക്കെ അപ്പൊ 2-1. കിട്ടി കിട്ടി കൈവക്ക് കൈവക്ക്. മിന്നലേ മിന്നലേ താഴെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നമ്മുടെ ടീമിനോട് കൈയടിച്ച എല്ലാരും പ്ലീസ് എല്ലാരും. 2-2 നിക്കല്ലേ? 2-2. ഇനി അടുത്ത നമ്മൾ ഒരെണ്ണം പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ചാൻസ് നമ്മൾ നിത്യക്ക് കൊടുക്കാൻ കേട്ടോ. നിത്യ സോങ് ഏതാന്ന് ഗസ് ചെയ്യണേ. ഞാനൊരു പാട്ട് പാടാം. ഞാനൊരു പാട്ട് പാടാം. പാട്ട് കേട്ട് അങ്ങനെയാണെങ്കിൽ ജോണി ചേട്ടൻ ഒരു ചാൻസ് കൊടുക്കണ്ടേ? ദൈവമേ. പക്ഷെ പറയാ ജോണി ചേട്ടൻ പറയാം. ചേട്ടൻ വേണം പറയാം. ആദ്യം എന്താ ഇരിക്കുന്ന എവിടെ? അല്ല ഇതെന്താ ഇത് ജോണി ചേട്ടാ? ഇതെന്താ ഇത്? ആ അതൊക്കെ പൊന്നായിരുന്ന ഗോൾഡ് മെഡൽ കണ്ടില്ലേ? അപ്പൊ ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ 3-3 ആണ് കേട്ടാ. അല്ല ഇത് ജോണി ചേട്ടൻ പറഞ്ഞല്ലേ? അപ്പൊ 3-3. ലാസ്റ്റ് ഒരു ടൈ ബ്രേക്കർ. ആ ശരി. ഇതിനകത്ത് ആര് പറയുന്നോ അവരായിരിക്കും വിന്നർ. ശരി. ഓക്കെ ലാസ്റ്റ് വൺ. നിത്യ ഹെൽപ്പ് ചെയ്യ്, നമ്മുടെ ടീമാ. ചന്ദ്രികേ റോസ് ചന്ദ്രികേ. അയ്യോ ആർക്കെങ്കിലും അറിയോ? ചുമ്മാ അങ്ങനെ ഒരു പാട്ടില്ല. വെറുതെ ഒരു പാട്ടില്ല അങ്ങനെ. തിങ്കളേ ഇനി ഒളി കണ്ണി. ഇതാണ് തിങ്കളല്ലേ? തിങ്കളായിരുന്നു കണ്ടിട്ട് ഒരുമാതിരി ചൊവ്വ പോലെ ഉണ്ടായിരുന്നു. അപ്പം 3-3. കേട്ടോ ഒരു ചെറിയ ഇതായിരുന്നെങ്കിലും ഭയങ്കര രസമുണ്ട്. നല്ല പോസിറ്റീവ് എനർജി. വെരി ഗുഡ്. എപ്പോഴും വിജയ് എപ്പോഴും എനർജിയുടെ ആളാ. അപ്പോ താങ്ക് യു സോ മച്ച്. നമുക്ക് വേണ്ടി നല്ലൊരു പെർഫോമൻസും ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഇവിടെ കൊണ്ടുവന്ന് എനർജി വാരി വിതറിയ നിങ്ങൾക്ക് 4 പേർക്കും ആൻഡ് നിങ്ങൾക്ക് 2 പേർക്കും നിങ്ങൾ പിന്നെ അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കാണുന്നത് വരേക്കും തൽക്കാലം നന്ദി, നമസ്കാരം. പതിവ് പോലെ കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് നമുക്ക് എല്ലാവർക്കും സമ്മാനിച്ച് നമ്മുടെ ഹൃദയം നിറച്ചുകൊണ്ട് നമ്മുടെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള വിശേഷങ്ങളും പുതുമയുള്ള കാഴ്ചകൾക്കുമായി കാത്തിരിക്കുക നെക്സ്റ്റ് എപ്പിസോഡ്.